കടുത്തുരുത്തി സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി. സാറേ സ്വാഗതം. ഇവിടുത്തെ മാനേജറാണ് ഫാദർ ജോൺസൺ. ഞാൻ തൊട്ടടുത്ത പള്ളിയിൽ ചന്ദ്രൻകുന്നേൽ ഉണ്ട് സാറേ. ഉണ്ട് എം ഡി ആയിരുന്നത്. ഇവിടെ വെച്ച് ഈ തേവര കോളേജിലെ ഉലകേന്ദ്ര സാറാ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. സമയത്ത് നമ്മൾ കണ്ടത് അതന്നെ സാറുമല്ല. അതെ സാറുമായിട്ടല്ലേ ഞാൻ ചാനലിലൊക്കെ വരുന്നത്. നമ്മുടെ സ്കൂളിലേക്ക് പോകാം. നമ്മൾ വലിയ ദൗത്യമായിട്ട് ഇറങ്ങിയതാ. അതെ നമ്മൾ അന്വേഷിച്ചപ്പോൾ അത് ഭീകരമായ കേസാ. ഇവിടുത്തെ വാർഡ് മെമ്പർ ഞാൻ കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. ഞാൻ ഇവിടുത്തെ സെന്റ് മൈക്കിൾസിലെ വൈസ് പ്രിൻസിപ്പാളാണ്. പേര് സുജ. അപ്പോ കടുത്തുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇതല്ലേ? സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. അവിടെ പരീക്ഷ കഴിഞ്ഞോ? +1 പരീക്ഷയുണ്ട്. 8ന്റെ 9ന്റെ ഇപ്പൊ കഴിഞ്ഞു. +1 പരീക്ഷ അല്ലേ? 1 മണിക്ക് ഉച്ച കഴിയുമ്പോൾ തീരും അല്ലേ? 1:30 തുടങ്ങണം. 1:30 തുടങ്ങട്ടെ. അപ്പൊ നമുക്ക് അതിന് മുമ്പ് നമ്മൾ സ്ഥലപ്പെടും. അതെ. രാവിലത്തെ സ്കൂളിലെ സ്റ്റുഡൻസിന്റെ എക്സാം ഇപ്പം കഴിഞ്ഞു. അവർ സാറിനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ +1. അപ്പൊ നമുക്ക് കുട്ടിയുടെ തുടർന്ന് പോവാം. ഓക്കെ മക്കളെ. ഓക്കെ താങ്ക് യു. ഓക്കെ മക്കളെ, ഇതെന്താ പരിപാടി? കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് നമ്മൾ ചെയ്ത പരിപാടികളാണ്. കഴിഞ്ഞ 3 വർഷങ്ങളിൽ ലഹരിക്കെതിരെ പഞ്ച്, അതുപോലെ സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കടുത്തുരുത്തി, ലഹരിക്കെതിരെ സെൽഫി, ലഹരിക്കെതിരെ ഗോള്, അങ്ങനെ 3. നല്ല പാഠം പദ്ധതിയുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടികളും സംഘടിപ്പിച്ചുകൊണ്ട്. അത് ശരി. ഓക്കെ. അപ്പൊ നമ്മൾ എങ്ങോട്ടാണ് ഇനി പോകേണ്ടത്? മുകളിലേക്ക് പോകണം അല്ലേ? സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കടുത്തുരുത്തി. ഫാദറോട് ഉണ്ട്. നമ്മള് ഹായ് കുട്ടികളെ നമസ്കാരം. നമ്മള് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ കടുത്തുരുത്തി സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ കടുത്തുരുത്തി സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു പ്രത്യേക ദൗത്യമായിട്ടാണ്. നിങ്ങൾക്കറിയുന്ന പോലെ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നിനെതിരായ ഒരു കേരള യാത്രയിലാണ് നമ്മൾ. 30 ദിവസം നീളുന്ന യാത്ര 14 ജില്ലകളിലൂടെ കടന്നുപോകും. ഇന്നും നാളെയും കോട്ടയം ജില്ലയിൽ ഞങ്ങൾ നടന്ന പര്യടനത്തിന്റെ ഭാഗമായിട്ടാണ് കടുത്തുരുത്തിയിലെ സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നമ്മൾ എത്തിയിരിക്കുന്നത്. ഇപ്പൊ ഉച്ചയ്ക്ക് ശേഷം പരീക്ഷ ഉണ്ട്. അതിനു മുമ്പ് നമ്മൾ ഈ പരിപാടി അവസാനിപ്പിച്ച് നമ്മളിവിടെ വിട്ടുപോകും. അപ്പോൾ കുട്ടികളുടെ ഈ പരീക്ഷാ സമയത്തും നമ്മൾ ബുദ്ധിമുട്ടിക്കില്ല. അപ്പോ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നവർക്കെല്ലാം ഇരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഗോപി സ്റ്റാർട്ട് ചെയ്യാം. ചടങ്ങുകൾ ആരംഭിക്കാം. ഓക്കെ. അപ്പോ ഞാൻ 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് കാലമായി കുട്ടികളെയും അതേപോലെ മുതിർന്ന ആളുകളെയൊക്കെ MDMA വല്ലാതെ സ്വാധീനം. MDMA എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ പറഞ്ഞ മാരകമായ ഒരു രാസലഹരിയാണ്. നമ്മുടെ നാട്ടിൽ ഇതിലെങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലാത്ത ഒരു ലഹരിയാണ്. ഇത് പ്രത്യേകിച്ച് ഇത് കഴിച്ച ഒരാൾക്ക് ബന്ധമൊന്നും ഉണ്ടാകില്ല. അതേസമയം ഇത് കഴിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഒരു 7 കൊല്ലമായിട്ട് ചുരുങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 7 കൊല്ലം മുതൽ 12 കൊല്ലം വരെ ആയിരിക്കും പരമാവധി ഇങ്ങനെയുള്ള ആളുകൾ ജീവിക്കുക. ഒരു ശരീരം മുഴുവൻ ശോഷിക്കും, കുത്തിച്ചുഴഞ്ഞ് നാശമാകും. അത് മാത്രമല്ല ഓർക്കാനും ഛർദി, തലതിരിക്കൽ, ഓർമ്മക്കുറവ്, വിഭ്രാന്തി, ചിലപ്പോൾ മനസ്സിന് ഭ്രാന്തമായ ചിന്തകൾ, തലച്ചോറ് തല്ലിപ്പൊളിഞ്ഞ പോലെയുള്ള ഒരു തോന്നൽ, ഇങ്ങനെയൊക്കെയുള്ള ശാരീരിക അവസ്ഥകൾ കൊണ്ട് വീർപ്പുമുട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ MDMA കഴിക്കുന്ന ആൾക്കാർ മുങ്ങിപ്പോകും.
MDMA ഒരു മാരകമായ വിഷമാണ്. നിങ്ങൾ ഒരിക്കലും അത് കാണുകയോ കഴിക്കുകയോ അങ്ങനെയുള്ള ആളുകളെ ബന്ധപ്പെടുകയോ ചെയ്യാൻ പാടില്ല. ഈ ഒരു വിഷലഹരി കേരളത്തിലേക്ക് വരുന്നത് നമ്മുടെ ഇവിടെയൊന്നും അല്ല അത് ഉത്പാദിപ്പിക്കുന്നത്. ഇതിന്റെയൊക്കെ ഉത്പാദനമൊക്കെ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ, കർണാടകം പോലെയുള്ള സംസ്ഥാനങ്ങളിലാണ് നടക്കുന്നത്. ഈ ബംഗളൂരു പോലെയുള്ള നഗരങ്ങളിലേക്ക് നമ്മുടെ ആളുകൾ പോയിട്ട് ഇത് കൊണ്ടുവന്ന് സ്കൂൾ വരാന്തകളിലും അതുപോലെ കോളേജുകളുടെ വരാന്തകളിലും ഒക്കെ കുട്ടികളെ സ്വാധീനിച്ച് അവർക്ക് വിതരണം ചെയ്യുന്ന രീതിയാണ്. പണം ഉണ്ടാക്കാൻ വേണ്ടി ആൾക്കാർ ചെയ്യുന്ന ഒരു ഹീന പ്രവർത്തനമാണിത്. പക്ഷെ വളർന്നു വരുന്ന കുട്ടികളെ വല്ലാതെ നശിപ്പിച്ചു കളയുന്ന കലാപരിപാടിയാണിത്. നിങ്ങൾക്കറിയുന്ന പോലെ നിങ്ങളുടെ സ്കൂളിന്റെ ഇടനാഴികളിലോ സ്കൂളിന് പുറത്ത് വരാന്തയിലോ ആരെങ്കിലും അപരിചിതരായ ആളുകൾ നിങ്ങൾക്ക് വല്ല മിഠായി വെച്ച് നീട്ടുമൊക്കെ ചെയ്താൽ നിങ്ങൾ ഒരു കാരണവശാലും വാങ്ങാൻ പാടില്ല. കാരണം അതിലൊക്കെ ചതിക്കുഴികൾ ഉണ്ടാകും. ചിലപ്പോൾ ഈ മിഠായി അവര് ഈ ലഹരി പടർത്തിയിട്ടുണ്ടാകും. എന്തെങ്കിലുമൊക്കെ നിങ്ങളെ അഡിക്റ്റ് ആക്കാൻ വേണ്ടിയുള്ള ലഹരി പടർത്തി കൊടുക്കും. അങ്ങനെ കേരളത്തിലെ പല സ്കൂളുകളിലും അത് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഈ യാത്ര തുടങ്ങിയത് തിരുവനന്തപുരത്ത് നിന്നാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, അത് കഴിഞ്ഞ് കോട്ടയത്തേക്ക് കയറി. ഇന്ന് ഏതാണ്ട് 9ാമത്തെ ദിവസമാണ് ഈ യാത്ര. ഈ യാത്ര തുടങ്ങി 8 ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, കേരളത്തിലെ പല സ്കൂളുകളിലും പ്രശസ്തമെന്നോ അപ്രശസ്തമായ സ്കൂളുകളെന്നോ ഒരു വ്യത്യാസമില്ല, സർക്കാർ സ്കൂളെന്നോ പ്രൈവറ്റ് സ്കൂളെന്നോ വ്യത്യാസമില്ല. ഈ വ്യത്യാസമില്ലാതെ പല സ്കൂളുകളിലേക്കും ഈ MDMA-യുമായി ഇതിന്റെ വാഹകർ കാരിയേഴ്സ് കടന്നു ചെല്ലുന്നുണ്ട്. അപ്പൊ ഈ കാരികന്മാരായി മാറ്റുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കുട്ടിയെ അവർക്ക് ലഹരി ഉപയോഗിക്കാൻ വേണ്ടി കിട്ടിയാൽ കുറേശ്ശെ ലഹരി കൊടുത്ത് പഠിപ്പിച്ച് ലഹരിക്ക് അടിമയാക്കി കഴിയുമ്പോൾ ആ കുട്ടിയായിരിക്കും പിന്നീട് ഒരു കാരിയറായിട്ട് ഉപയോഗിക്കുക. അപ്പൊ ഈ ആ കാരിയർ വളരെ സൗഹൃദം ഭാവിക്കും മറ്റുള്ളവരെ കൂട്ടുകാരാക്കും. ആ കൂട്ടുകാരിലേക്ക് ഇത് പകർത്തും. അങ്ങനെ സ്കൂളുകളിൽ ഇതൊരു സ്വാധീനമായി മാറുകയും ഇത് ശരിക്കും മനോരോഗം ബാധിച്ച ആളുകളെ പോലെ പെരുമാറുന്ന ഒരാളായി MDMA കഴിക്കുന്ന ആൾ മാറും. നമുക്ക് കിടന്ന ഉറക്കമൊന്നും വരത്തില്ല, ഉറക്കമൊന്നും കിട്ടത്തില്ല. കംപ്ലീറ്റ് കൈകാലുകൾ തടയുന്ന ഒരു തോന്നൽ, മനംപുരട്ടിലുണ്ടാകും, ഓടാനും ഛർദി വരും. അതുപോലെ തലച്ചോറിലൊക്കെ കംപ്ലീറ്റ് മിന്നൽ പിടർന്ന് പായുന്ന പോലെയുള്ള തോന്നലുണ്ടാകും. നിങ്ങളെ മാരകമായി നശിപ്പിച്ച് കളയും. നിങ്ങളുടെ ചെറുപ്പം മുഴുവനായി തകർത്ത് കളയുന്ന അതിഭീകരമായ ഒരു മാരക വിഷമാണ് ഈ MDMA പോലുള്ള രാസലഹരി. നമ്മൾ കൈകൊണ്ട് തൊഴിൽ പോലും പാടില്ല. അതുപോലെ നിങ്ങൾക്ക് ഇപ്പൊ കേരളത്തിലെ ചില സ്കൂളുകളിലൊക്കെ തന്നെ കൂടെന്നൊരു മിഠായി പറഞ്ഞിരിക്കുന്നുണ്ട്. ഈ കൂടെന്ന് പറയുന്ന മിഠായി ലഹരി ഉൾപ്പെട്ടിട്ടുള്ള മിഠായിയാണ്. അതുപോലെ ചോക്ലേറ്റുകൾ ലഹരി കലർത്തി ഇങ്ങനെ പള്ളിക്കൂടങ്ങളിൽ വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിന്റെ പിന്നിലേക്ക് കുറിച്ച് നമ്മുടെ മലയാളികളും അതുപോലെ കേരളത്തിന് പുറത്തുള്ള ആളുകളും പിന്നെ അന്തർദേശീയ വലിയ മാഫിയ നെറ്റ്വർക്കുകളുണ്ട്. അവർ ഈ മാഫിയ നെറ്റ്വർക്കുകൾ നമ്മുടെ കേരളത്തിലേക്ക് ഇതൊക്കെ ചെയ്തു വിടുന്നത് അവർ പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ നമ്മുടെ കുട്ടികളെ കുറിച്ച് വലിയ സ്വപ്നം കണ്ടിട്ടല്ലേ നമ്മുടെ മാതാപിതാക്കൾ സ്കൂളിലേക്ക് അയക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നല്ല കുട്ടികളാണ്, നിങ്ങൾ മിടുക്കരായ കുട്ടികളാണ്, നിങ്ങൾക്ക് വലിയ വലിയ സ്വപ്നങ്ങൾ ഉണ്ടാകും. നിങ്ങൾ നന്നായി പഠിച്ചു പോയാൽ ഈ സമൂഹത്തിന്റെ ഏറ്റവും ഉയരത്തിന്റെ ഏഴിപ്പടികളൊക്കെ ചവിട്ടി കയറി നിങ്ങൾക്ക് വളരെ ഉയരത്തിലെത്താൻ കഴിയും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനും വഴിപ്പെടാൻ പാടില്ല. എനിക്ക് തോന്നുന്നത് എക്സൈസ് ഇൻസ്പെക്ടർ എത്തിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിനൊക്കെ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ കഴിയും. അപ്പൊ ഇത് ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഒരു അപകടമാണ്. ഇതിനു മുമ്പ് നമ്മുടെ കേരളത്തിൽ ഇത്രയും MDMA ഒന്നും പ്രചരിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങൾ പോയ പല പള്ളിക്കൂടത്തിലും പല കോളേജുകളിലും ഒക്കെ തന്നെ ആളുകൾ ഇതിന്റെ അടിമകളും ഒക്കെയായി മാറിയിട്ടുണ്ട്. ഇതിന്റെ ഉടമകൾ ചിലപ്പോൾ വിദേശത്തായിരിക്കും. അവര് നമ്മുടെ കേരളം പോലെ ഒരു സ്ഥലത്ത് നമ്മളിത് പ്രചരിപ്പിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണെന്ന് ഇവരെങ്ങനെ മനസ്സിലാക്കി നമുക്ക് അറിയില്ല. പക്ഷെ കേരളത്തിൽ ഇപ്പോ വ്യാപകമായ റെയ്ഡിംഗ് നടക്കുകയാണ്. കോളേജ് ക്യാമ്പസുകളിൽ വരെ ഈ നിങ്ങൾ കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ നടന്ന റെയ്ഡിനെ കുറിച്ച് അറിഞ്ഞതാണ്. അവിടെ 2 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. അപ്പൊ ചില ആളുകൾ ഈ 2 കിലോ കഞ്ചാവ് പിടികൂടിയപ്പോ അത് ആളുകൾക്ക് ഉപയോഗിക്കാനായിരുന്നില്ല ഹോസ്റ്റൽ മുറിയിൽ സൂക്ഷിച്ചിരുന്നത്. അത് കളമശ്ശേരിയുടെ വിവിധ സ്ഥലങ്ങളിൽ വിതരണം ചെയ്യാൻ വേണ്ടി ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വിതരണക്കാരായി മാറിയത് ആ പോളിടെക്നിക്കിലെ വിദ്യാർത്ഥികൾ തന്നെയാണ്. ഇതിനകത്തൊരു വിദ്യാർത്ഥി സംഘടനകൾ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ വിദ്യാർത്ഥി സംഘടനകളിൽ പെട്ട ആളുകൾ ഇതിന് അടിമയായി മാറുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ജാതിയോ മതമോ സ്കൂളിന്റെ പ്രശസ്തിയോ പേരോ കോളേജിന്റെ മേൽവിലാസമോ ഇതൊന്നും പ്രശ്നമല്ല. അവർക്കൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ, പണം ഉണ്ടാക്കണം. നമ്മുടെ കുരുന്നുകളെ കുരുതി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു യാത്രയാണ് അവർ നടത്തുന്നത്. നമ്മുടെ കുട്ടികൾ, നമ്മുടെ ഊർജ്ജസ്വലരായ കുട്ടികൾ, അവരാണ് നമ്മുടെ ഊർജ്ജം, നമ്മുടെ രാജ്യത്തിന്റെ കേരളത്തിന്റെ കരുത്ത്, നമ്മുടെ കേരളത്തിന്റെ അഭിമാനം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളാണ്. ഇതിലെ പെൺകുട്ടികളും വഴിപ്പെട്ടു പോകുന്നു എന്നുള്ളത് നമ്മളെയൊക്കെ വല്ലാതെ പേടിപ്പിക്കുന്നുണ്ട്. കാര്യം
പണ്ടൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വീണു പോകുന്നത് ആൺകുട്ടികളായിരുന്നു. എന്നാൽ ഇന്ന് പെൺകുട്ടികളും ഇതിന് താല്പര്യം കാണിക്കുന്ന പെൺകുട്ടികൾ ഇതിന്റെ കാരിയേഴ്സ് ആകുന്നു. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു അപരിചിതൻ നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കാൻ വന്നാൽ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഫോൺ തിരിഞ്ഞു പോകണം. ഏതെങ്കിലും സാധനം നിങ്ങൾക്ക് കഴിക്കാൻ തന്നാൽ നിങ്ങൾ ഒരു കാരണവശാലും വാങ്ങിക്കേണ്ട കാര്യം ഒരു വിഷവസ്തുവായിരിക്കും ചിലപ്പോൾ അയാൾ വെച്ച് നീട്ടുന്നത്. അപ്പൊ വീട്ടിൽ പറയാതെ നിങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. സ്കൂൾ ബാഗ് എടുത്ത് പുറത്തു വരുമ്പോ അമ്മമാർ പരിശോധിക്കുകയും വേണം സ്കൂൾ ബാഗുകൾ. അതുപോലെ സ്കൂളിലെത്തുമ്പോൾ ടീച്ചേഴ്സിന് ഓരോ ക്ലാസ് മുറിയിലും എന്റെ അഭിപ്രായത്തിൽ 3 പേരടങ്ങുന്ന ഒരു സംഘം ക്ലാസ്സിലെ കുട്ടികളെ നിരീക്ഷിക്കണം. കാരണം ഈ ഇങ്ങനെ MDMA കഴിച്ച് അതിന്റെ ലഹരിയിൽ പടർന്ന് ജീവിക്കുന്ന ഒരു കുട്ടി അവന്റെ ജീവിതം ഇങ്ങനെ എരിഞ്ഞു തീർന്നുകൊണ്ടിരിക്കുകയായതുകൊണ്ട് അവൻ എപ്പോഴും വല്ലാത്ത വിചിത്രമായ സ്വഭാവങ്ങൾ കാണിച്ചു തുടങ്ങും. അവന്റെ കണ്ണിലേക്ക് നമ്മൾ നോക്കിയാൽ അവൻ കണ്ണ് തിരിച്ചെടുക്കും. അവൻ നമ്മുടെ മുഖത്ത് നോക്കി സംസാരിക്കില്ല. അവന് പെട്ടെന്ന് പരിഭ്രാന്തിയാകും. നിങ്ങൾക്ക് സമൂഹത്തിൽ മനോനില തെറ്റിയ ആളുകളെ കാണുമ്പോൾ അവരെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയുമോ അതിന് മോശമായിട്ടായിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാരുടെ മനോനില. അവരുടെ നിങ്ങൾക്ക് അറിയുന്നത് പോലെ നമ്മുടെ ശരീരത്തിലെ വിവിധ സാധനങ്ങളിലേക്ക് നമ്മുടെ കേന്ദ്ര നാഡീവ്യൂഹത്തിന് ചില സിഗ്നലുകൾ പോകുന്നുണ്ട് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന്. ഈ കേന്ദ്ര നാഡീവ്യൂഹം ഒരു കമ്പ്യൂട്ടർ പോലെ ഒരു CPU പോലെയാണ്. അപ്പൊ ഈ CPUവിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ അവയവങ്ങളിലേക്ക് ഇങ്ങനെ തുരുതുര 1000 കണക്കിന് സിഗ്നലുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സിഗ്നൽ പോകുന്ന ഈ സിഗ്നലൊക്കെ എന്നെ ധരിക്കും. സിഗ്നലൊന്നും പ്രവർത്തിക്കത്തില്ല. മനസ്സും തലച്ചോറും തമ്മിലൊരു വൈദ്യുത ബന്ധമുണ്ട്. ആ വൈദ്യുത ബന്ധം ഇല്ലാതായി പോകും. ഒരു പരിധി പറഞ്ഞ നിങ്ങൾക്ക് വളരെ കുറച്ച് കാലമേ ഈ മണ്ണിൽ ജീവിക്കാൻ കഴിയൂ. വലിയ അപകടം പിടിച്ച അവസ്ഥയാണ് കേരളത്തില്. നമുക്കറിയുന്ന പോലെ ഈ മണ്ണിൽ ഒരു 10-75 വർഷക്കാലം വളരെ ക്വാളിറ്റി ലൈഫ് നയിക്കാൻ നമുക്കൊക്കെ അവസരം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ നല്ല മണ്ണിൽ വലിയ തീവ്രമായ കാലാവസ്ഥയില്ലാത്ത തണുപ്പും അതുപോലെ ചൂടും ക്രമീകരിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. നിങ്ങൾക്കറിയുന്ന പ്രകൃതി തന്നെ നമുക്കൊരു എയർ കണ്ടീഷണറാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നല്ല നദികൾ ഒഴുകുന്ന സ്ഥലത്ത് എത്രയോ നദികളുണ്ട്. നമുക്ക് 146 നദികളുണ്ട്. നമുക്ക് നദികളും പുഴകളും ഒക്കെ ആയിട്ട് മലയും കുന്നുകളും ഒക്കെ ആയിട്ട് അതിമനോഹരമായി കിടക്കുന്ന ഈ സംസ്കാരവും പൈതൃകവും ഉള്ള ഈ മണ്ണിൽ മാരകമായ വിഷത്തിന്റെ പുക പടർത്താനാണ് ഈ നരാധമന്മാർ ശ്രമിക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. ഇവർക്ക് മനുഷ്യ സ്നേഹമില്ല, ഇവർക്ക് അന്യരോട് അനുതാപമില്ല, ഇവർക്ക് കാരുണ്യമില്ല. ഇവരുടെ ആഗ്രഹം പണത്തോട് മാത്രമേ ഉള്ളൂ. കറൻസിയിലെ ഗാന്ധിയോടാണ് ഗാന്ധിയോടല്ല അവരുടെ സ്നേഹം. നമ്മുടെ നോട്ടുകെട്ടിൽ കാണുന്ന ഗാന്ധിജിയോട് മാത്രമാണ് അവർക്ക് സ്നേഹം. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ഏതെങ്കിലും ഒരു കുട്ടി ഈ ഇതുപോലുള്ള ഏതെങ്കിലും രാസലഹരി ഉപയോഗിക്കുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവനെ വഴക്ക് പറഞ്ഞത് ചീത്ത വിളിക്കരുത്. നിങ്ങളുടെ പ്രധാന അധ്യാപകർക്കോ ഹെഡ്മാസ്റ്ററെടുത്തോ നിങ്ങൾ വിവരം കൊടുക്കുക. കാര്യം ആ കുട്ടികളല്ല ഇതിലെ പ്രതികൾ, അവരല്ല ഇല്ലാത്ത പ്രശ്നക്കാര്. അവരെ ഓരോന്ന് പറഞ്ഞ് വലയിലാക്കി എന്തെങ്കിലുമൊക്കെ വശ്യമായ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഇതിലേക്ക് കൊണ്ടുവരുന്നത് ആരാണ്? ഈ പണം ഉണ്ടാക്കാൻ ആദ്യമുട്ട് നടക്കുന്ന ആളുകളാണ്. ഈ കുട്ടികൾ ഒരിക്കലും പെട്ടുപോയാൽ ഈ കുട്ടികളെ തിരിച്ച് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ കുറച്ച് സമയമെടുക്കും. അല്പം താമസം വിടും. മാത്രമല്ല അതിൽ പാടാണ് താനും. കാര്യം ഞാൻ ഈ ഡി-അഡിക്ഷൻ സെന്ററിലെ 1-2 സ്ഥലങ്ങളിൽ ഈ അടുത്തിടെ സന്ദർശിച്ചപ്പോ ഇങ്ങനെയുള്ള ചില കുട്ടികളെ കണ്ടുമുട്ടി, ചില ചെറുപ്പക്കാരെയൊക്കെ കണ്ടുമുട്ടി. അപ്പൊ അവര് കാണിക്കുന്ന വിഭ്രാന്തിയുടെ ലക്ഷണങ്ങൾ കണ്ടാൽ ഞാൻ തന്നെ അമ്പരന്ന് പോയി. ഈ രാസലഹരി ഉള്ളിൽ പടർന്നു കഴിഞ്ഞാൽ ഇവർ കാണിക്കുന്ന ചില ഇതിന്റെ കണ്ണൊക്കെ ഇങ്ങനെ പുറത്തേക്ക് തള്ളി വരുന്നത് നമുക്ക് തോന്നും. ഒരുതരം ഈ കണ്ണുകളിലൊക്കെ ഒരു നിരാലംബത, ഒരു ആരെയും ആശ്രയിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, ഒരു നിസ്സഹായത നിഴലിച്ചു കിടക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഈ മനുഷ്യർ എന്ന് വെച്ചാൽ അവരുടെ ഒരു തീക്കണ്ണ് നമുക്ക് യഥാർത്ഥത്തിൽ ഈ രാസലഹരി പടർത്തുന്ന മനുഷ്യ ശരീരത്തിൽ നിന്ന് തീക്കണ്ണായിട്ട് കണ്ണുകൾ പുറത്തേക്ക് ഇറങ്ങി വരുന്ന പോലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ ഇന്നലെ ഞാൻ പേര് പറയുന്നില്ല, ഒരു ഹോസ്പിറ്റലിലെ ഒരു നഴ്സിംഗ് കോളേജിൽ സംസാരിക്കാനായിട്ട് പോയപ്പോൾ ഈ പര്യടനത്തിന്റെ ഭാഗമായിട്ട് പോയപ്പോ ഒരു പാലക്കാടുകാരൻ ഒരു സൈക്കാട്രിസ്റ്റിനെ ഞാൻ പരിചയപ്പെട്ടു. അദ്ദേഹത്തോട് ഞാൻ ഇങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ച് ചോദിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ അവിടെ എത്തിയിട്ടുള്ള ചില MDMA അഡിക്റ്റായ ചില പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, എന്തിനാണ് ഈ കുട്ടികൾ ഇവരുടെ നല്ല ഭാവി ഇങ്ങനെ തച്ചുടച്ച് തകർത്തെറിയുന്നത്? കാരണം നമുക്ക് ഏറ്റവും നല്ലൊരു ജീവിതം, നല്ല പച്ചപ്പുള്ള ഒരു ജീവിതം നമ്മുടെ കൺമുന്നിലുള്ളപ്പോ, വളരെ നീണ്ടു കിടക്കുന്ന ഒരു നാഷണൽ ഹൈവേ നമ്മുടെ മുന്നിലുള്ളപ്പോ ഏറ്റവും ചെളിക്കുണ്ടിൽ വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് മൂക്കുകുത്തി വീഴുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ ആവശ്യം എന്നുള്ളത് നമ്മൾ ഓർമ്മിച്ചു പോകണം. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പ്രചാരണ പരിപാടി നമ്മൾ തുടങ്ങാൻ താമസിച്ചു പോയി. നമുക്കറിയില്ലായിരുന്നു. നമ്മൾ തിരുവനന്തപുരത്തിന് യാത്ര ആരംഭിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ചില ഒറ്റപ്പെട്ട സ്കൂളുകളിലോ
കോളേജുകളിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒളിയിടങ്ങളിലോ ഒക്കെ മാത്രമായിരിക്കും ഇതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലായത്. ഇതിനകത്ത് എന്റെ കുട്ടിയെന്നോ നിന്റെ കുട്ടിയെന്നോ എന്റെ സ്കൂളെന്നോ നിന്റെ സ്കൂളെന്നോ ഇല്ല. വ്യാപകമായിട്ട് കേരളത്തിൽ പലയിടങ്ങളിലും MDMA-യുടെയും രാസലഹരിയുടെയും സ്വാധീനം വർദ്ധിച്ചു കഴിഞ്ഞു. നമുക്ക് ഈ കോവിഡിന് ശേഷം ഉണ്ടായ ഒരു പ്രതിഭാസമാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ആളുകളെ ഇങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. നമ്മുടെ കുട്ടികളാണ് നമ്മുടെ കരുത്തെന്ന് പറയുന്നത്. നാളത്തെ ഒരു ജനറേഷനാണ് ന്യൂജൻ കുട്ടികൾ. അവരാണ് ഈ തലമുറ നാളെ നമ്മുടെ രാജ്യത്തെ സ്വാധീനിക്കുന്നതും രാജ്യത്തിന്റെ ശക്തിയായി വളരുന്നതും. അപ്പൊ ഈ കോവിഡ് കാലം എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഒരുപാട് പേര് മരിച്ചു വീണു. കൊറോണ എന്നൊരു കൃമികീടം നമ്മുടെ ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. റോഡ് അപകടങ്ങളിൽ മരിച്ചവരുടെ എണ്ണത്തിന്റെ അത്രയും വരത്തില്ലെങ്കിലും ഒരുപാട് മലയാളികൾ കേരളത്തിനകത്തും പുറത്തുമായി മരിച്ചു വീഴുമെന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷേ ഈ കോവിഡ് കാലത്തിന്റെ പ്രത്യേകതയുണ്ട്. നമ്മളെ തിരിച്ചറിഞ്ഞു. അയൽവാസിയുടെ പേര് നമുക്ക് മനസ്സിലായി. മനുഷ്യർക്കെല്ലാം തോളിൽ കയറണമെന്ന് തോന്നൽ വന്നു. നമ്മൾ ഒന്നിച്ചു നിൽക്കണം. പണത്തിന് വിലയില്ല. വേറെ ഞാൻ അമ്പലഗണ്ടിയായ ഒരു മണിമാളികയിൽ താമസമാണെന്ന് പറഞ്ഞാൽ കൊറോണ വൈറസിന് യാതൊരു പ്രസക്തിയും ഇല്ലാതായി. ജീവിതം തന്നെ അർത്ഥശൂന്യമാണെന്ന് തോന്നിയ നിമിഷങ്ങൾ എത്രയോ ആളുകൾക്കുണ്ടായി. കോവിഡിനെ ഭയന്നല്ലാതെ ആത്മഹത്യ ചെയ്ത ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ കോവിഡ് കാലവും അതേപോലെ പ്രളയവും 2018 പ്രളയവും 2020 20 മാസം നീണ്ടുപോയ കോവിഡും ഈ രണ്ട് സംഭവങ്ങളാണ്, രണ്ട് പ്രതിഭാസങ്ങളാണ് ശരിക്കും നമ്മളിലെ മനുഷ്യത്വം ഉണർത്തിയതും നമ്മൾ അയൽവാസികളോട് ഓരം ചേർന്ന് നിൽക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇതൊരു കടുത്ത വെല്ലുവിളിയാണ്. കേരളത്തിൽ ഇത്രയധികം ആളുകൾ ഈ സ്വാധീനത്തിൽ പെട്ടുപോയി എന്നതുകൊണ്ട് തന്നെ കോവിഡ് കാലത്ത് നമ്മൾ എങ്ങനെ ഒന്നിച്ചിരുന്നോ, പ്രളയകാലത്ത് നമ്മൾ പരസ്പരം കൈത്താങ്ങായോ, അതേപോലെ ഒന്നിച്ചു നിൽക്കേണ്ട ഒരവസ്ഥ കേരളത്തിൽ സംജാതമായിരിക്കുന്നു. ഈ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടു കാണാൻ 24 വഴി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഞാനൊരു അഭിമുഖം നടത്തിയിരുന്നു. കേരളത്തിൽ നമ്മൾ നടത്താൻ പോകുന്ന യാത്രയും ആ യാത്രയുടെ സാധ്യതയുള്ള പരിണത ഫലങ്ങളും ഒക്കെയാണ് സംസാരിച്ചത്. നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മൾ പോകുന്ന സ്കൂളുകളിലും നമ്മൾ സംസാരിക്കുന്ന ആളുകളും അതേപോലെ നമുക്ക് സംശയമുള്ള കേന്ദ്രങ്ങളും അതുപോലെ എക്സ്പെർട്ടുകളുമായി സംസാരിക്കുമ്പോൾ നമ്മൾ അതിവിശദമായ ഒരു പ്രായോഗിക റിപ്പോർട്ട് സംസ്ഥാന മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന ഒരു കോൺക്ലേവിലാണ് ഈ യാത്ര അവസാനിച്ച് ഒരു 15 ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ റിപ്പോർട്ട് കൊടുക്കും. പക്ഷേ നമ്മുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ആ റിപ്പോർട്ട് വരുന്നത് വരെ കാത്തിരിക്കാൻ നമുക്ക് സമയമില്ല. ഈ റിപ്പോർട്ട് ആത്മാർത്ഥമായി പരിശോധിച്ച് ഈ റിപ്പോർട്ടിന്മേൽ കടുത്ത നടപടികൾ എടുക്കാമെന്ന നിശ്ചിതമായ ഒരു നിലപാട് മുഖ്യമന്ത്രി എടുത്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ നന്ദിയോടെ ഓർമ്മിക്കുന്നു. പക്ഷെ നമ്മൾ താമസിച്ചു പോയി. വെരി വെരി ലേറ്റ്. നമുക്ക് ഇനി കാത്തിരിക്കാൻ വയ്യ. കാരണം ഓരോ മണിക്കൂറിലും 10 മുതൽ 12 വരെ കുട്ടികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർ ഈ MDMA-ക്ക് അഡിക്റ്റ് ആകുന്നു എന്നൊരു അനൌദ്യോഗിക പഠനം വന്നിട്ടുണ്ട്. അപ്പൊ 24 മണിക്കൂർ കടന്നു പോകുമ്പോൾ 10,260 ആളുകൾ ഒരുപക്ഷെ MDMA-യിൽ മുഖംകുത്തി വീണിട്ടുണ്ടാകും. അപ്പൊ നമ്മുടെ ജനതയിൽ നല്ല സംഖ്യ MDMA-യിലേക്ക് വഴിമാറും എന്നത് നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ പരീക്ഷാ കാലയളവിൽ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു പരീക്ഷണം ആരംഭിച്ചത്. ഇനി നമുക്ക് വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല. നമുക്കിനി ആരെയും കാത്തിരിക്കാൻ വയ്യ. വൈദ്യശാസ്ത്ര രംഗത്ത് ഉണ്ടാക്കുന്ന അത്ഭുതങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാൻ വയ്യ. നമുക്ക് ഇത്രയും പെട്ടെന്ന് ഇത് അഡിക്റ്റായിപ്പോയ കുട്ടികളെ ജീവിതത്തിലേക്ക് തിരിച്ചു വിളിച്ചുകൊണ്ടുവരണം. അഡിക്റ്റ് ആകാൻ സാധ്യതയുള്ള കുട്ടികളെ നമുക്ക് തടയണം. അതേപോലെ ഇവരുടെ ഈ MDMA അയക്കുന്ന ഉറവിടങ്ങൾ എന്താണെന്ന് പറയേണ്ടത്. ഈ ഉറവിടങ്ങൾ നമ്മൾ കണ്ടെത്തി പൊടിക്കണം. അന്യ സംസ്ഥാനത്ത് നിന്ന് ഇതൊരു അച്ചുതണ്ട് പോലെ പ്രവർത്തിച്ച് അച്ചുതണ്ട് നിയന്ത്രിക്കുന്ന ഏറ്റവും വലിയ സംഘടിത ശക്തികളുടെ താഴ്മയിൽ നമുക്ക് അറുത്തു വീഴ്ത്തണം. വിദേശ നാടുകളിൽ നിന്ന് കേരളത്തിന്റെ മുകളിൽ ഒരു ഡെമോക്രസിയുടെ വാട് പോലെ തൂക്കിക്കിടക്കുന്ന ഈ MDMA-യുടെ വെല്ലുവിളി എന്നേക്കുമായി ഇല്ലാതെയാകണം. അതിന്റെ നമ്മൾ കാത്തിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് മിടുക്കരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, മിടുക്കരായ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവർക്ക് കക്ഷി രാഷ്ട്രീയത്തിന്റെ ഏതെങ്കിലും മത ജാതി പരിഗണനകളുടെ പേരിലല്ലാതെ തന്നെ സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം സംസ്ഥാന മുഖ്യമന്ത്രി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങളുടെ നാടൊരു അപകടത്തിലാണ്, നമ്മുടെ ഈ മണ്ണൊരു വലിയ അപകടത്തിലാണ്. ഇവിടെയാണ് നിങ്ങൾ ഇട്ടിരിക്കുന്ന കാക്കിയുടെ വില നിങ്ങൾ മനസ്സിലാക്കേണ്ടതും. ഈ കാക്കിയുടെ വിലയുണ്ടെങ്കിൽ എത്ര വലിയവനായാലും അവന് എത്ര മേൽവിലാസങ്ങൾ ഉണ്ടായാലും അവനെ പിടിച്ചകത്തിടാനുള്ള കരുത്തും ചങ്കൂറ്റവും നിങ്ങൾ കാണിക്കണം. നിങ്ങൾക്ക് ഭരണഘടനയോടാണ് കൂടുതൽ. ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ മറവിലാണ് നിങ്ങൾക്ക് ഈ നിയമനം കിട്ടിയിട്ടുള്ളതും കേരള സ്റ്റേറ്റ് സർവീസിൽ നിങ്ങൾ ജോലി ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ ഒരു കക്ഷി രാഷ്ട്രീയക്കാരുടെ ഇടപെടലിനകത്ത് ആവശ്യമില്ല. കാര്യം ഈ സംഭവം കേരളത്തിൽ പ്രചരിക്കുമ്പോൾ ഇവിടുത്തെ പൊതുപ്രവർത്തകർക്ക് പലർക്കും മനസ്സിലായിട്ട് പോലുമില്ല. ഇത്രയും മാരകമായ ഒരു സംഭവമാണ് കേരളത്തിൽ അരങ്ങേറുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിനി കാത്തിരിക്കാൻ സമയമില്ല. ഞാനാരെയും കുറ്റപ്പെടുത്താനാണല്ല. എന്നിരുന്നാലും പല കാര്യങ്ങളിലും
നമുക്ക് ആശയ വ്യത്യാസം ഉണ്ടാകും, അഭിപ്രായ സംഘർഷം ഉണ്ടാകും. നമുക്ക് സംഘർഷങ്ങൾ ഉണ്ടാകാത്ത, അഭിപ്രായ വ്യത്യാസം വേണ്ടാത്ത ഒരു പ്രതിഭാസമാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടെല്ലാം റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നമുക്ക് ഇനി കാത്തിരിക്കാനുള്ള നേരമില്ല. എന്നെ പോലെ മാധ്യമപ്രവർത്തകൻ 40 കൊല്ലം പിന്നിട്ടു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഫാദറോ എക്ലിസ്റ്റോ ഒക്കെ അവർ ചെയ്യുന്ന ജോലിയുടെ ഭാഗമായിട്ട് 40-50 കൊല്ലം പിന്നിട്ട് കാണും. അതെന്റെ ജീവിതത്തിലെ വലിയൊരു അധ്യായമല്ല. പക്ഷെ ഞാൻ പറയുന്ന കാര്യം ജീവിതത്തിൽ നമുക്ക് പൊള്ളുന്ന ചില പരമാർത്ഥങ്ങളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ കഴിഞ്ഞ 40 കൊല്ലങ്ങൾ പല വിവിധ ചാനലുകളുടെ ഇടനാഴിയിലൂടെ, റേഡിയോ നെറ്റ്വർക്കുകളുടെ ഇടനാഴിയിലൂടെ ഞാൻ നടന്നപ്പോൾ എനിക്ക് കിട്ടിയ അനുഭവ സമ്പത്ത് നമ്മുടെ നാട്ടിൽ ജനങ്ങളിൽ പ്രചാരണം ഉണ്ടാക്കാനും നമ്മുടെ ജനങ്ങളെ ബോധവൽക്കരിക്കാനും ഉപയോഗിക്കുക എന്നുള്ളൊരു ചരിത്ര ദൗത്യമാണ് ഞാനിപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഞാൻ കുറച്ചുകൂടി ഞാൻ വിചാരിക്കുന്നത്, ഓരോ മനുഷ്യനും ഈ മണ്ണിൽ പിറന്നു വീഴുമ്പോൾ അവനൊരു അവതാര ലക്ഷ്യമുണ്ട്. നീ ജനിച്ചു വീഴിരിക്കുന്നതും നീ പ്രവർത്തിക്കുന്നതും ഒരു അവതാര ലക്ഷ്യത്തിന് വേണ്ടിയാണ്. മറ്റുള്ളവർക്ക് കരുണ കാണിക്കുമ്പോഴും മറ്റുള്ളവരെ ദൈവസമാനമായ മാനസികാവസ്ഥയിൽ സ്നേഹിക്കുമ്പോഴും ഒക്കെ നിന്റെ മുന്നിൽ അവതാര ലക്ഷ്യം തെളിയും. ആ ഒരു ലക്ഷ്യം എനിക്ക് തോന്നിയിട്ടുള്ളത് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഈ രാസലഹരിയുടെ കടയറച്ച് വീഴ്ത്താനുള്ള ജനമുന്നേറ്റത്തിന്റെ മുന്നിൽ തന്നെ ഞാൻ നിൽക്കണം എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ 30 ദിവസം നീളുന്ന യാത്ര, കാസർഗോഡ് അവസാനിപ്പിക്കുന്ന യാത്ര നമ്മൾ തുടങ്ങാൻ തീരുമാനിച്ചതും അത് പ്രമാണിച്ചപ്പോൾ കാസർഗോഡ് ജില്ലയിൽ നമ്മൾ അഭിമാനപൂർവ്വം പറയുന്ന കോട്ടയത്തെത്തിയതും ഈ കടുത്തുരുത്തിയിലെ സ്കൂളിൽ എത്തിയതും. ശ്രീ മോൻ ജോസഫ് ഒക്കെ എനിക്ക് വളരെ അടുപ്പമുള്ള ആളാണ്. അദ്ദേഹത്തോടൊക്കെ ഞാൻ പറയുന്നത്, നിങ്ങൾ കുറച്ചു കാലം രാഷ്ട്രീയ പ്രവർത്തനം നിർത്തിവെച്ച് നിങ്ങൾ കുറച്ചുകൂടി വീടുകളിലേക്ക് ഇറങ്ങണം. നമ്മുടെ വീടുകളിലെ വീട്ടമ്മമാരാണ് ഇതിൽ ഇടപെടേണ്ടത്. വീട്ടുകാർക്കാണ്, ഒരു അമ്മയ്ക്കാണ് മനസ്സിലാവുക ഒരു കുട്ടിയിൽ ഉണ്ടാകുന്ന മാറ്റം, പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ. എന്തെങ്കിലും ചില ഒരു പെൺകുട്ടിയുടെ മുഖത്തുണ്ടായാൽ അത് പെട്ടെന്ന് മനസ്സിലാക്കേണ്ടിയിരുന്ന അമ്മയ്ക്കാണ്. പേറ്റിനോ അനുഭവിച്ച് പറ്റ ഓരോ അമ്മയ്ക്കും പെൺകുട്ടിയിൽ എന്ത് മാറ്റം വരുന്നുവെന്ന് തൽക്ഷണം മനസ്സിലാകും. അതുകൊണ്ട് അമ്മമാരാണ് ഇതിൽ ആദ്യം ഇറങ്ങേണ്ടത്. വീട്ടിലെ അച്ഛന്മാരും അമ്മമാരും ചേർന്നാൽ അമ്മമാർ ചൂടെടുത്തിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ സാമൂഹ്യ തിന്മകൾ കൊണ്ടു നടക്കുന്ന ശക്തികൾ കടലിൽ വീഴുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അമ്മമാർ ചൂലെടുക്കണം. അതുപോലെ സ്കൂൾ വരാന്തകളിലും ഇടതാഴികളിലും അധ്യാപകർ ചൂരിൽ കയ്യിലെടുക്കേണ്ട സമയമായി. കോടതി പോലും പറഞ്ഞു കഴിഞ്ഞു, മനുഷ്യാവകാശം സംരക്ഷിക്കുന്ന കോടതികൾ പോലും പറയുന്നു അധ്യാപകർ ചൂരിൽ കയ്യിലെടുക്കാം. നിങ്ങൾ അടിക്കണമെന്നുള്ളതല്ല, കുട്ടികൾക്കൊരു ഭയപ്പാട് വരാൻ വേണ്ടി ഒരു ചൂരിൽ കയ്യിൽ പിടിച്ച് തിരികെ നടക്കുന്ന അധ്യാപകരുടെ സാന്നിധ്യം അതൊരു കുറവാണ് ഇപ്പൊ പള്ളിക്കൂടങ്ങളിൽ. കുട്ടിക്കൊരു അടി കിട്ടിയാൽ ഒരു രക്ഷകർത്താവും ഏതെങ്കിലും അധ്യാപകർ ശാസിച്ചു പോയാൽ സ്കൂളിലേക്ക് ഓടിച്ചെന്ന് അധ്യാപകരോട് വഴക്കുണ്ടാക്കാനും പറ്റുമെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാനും അതുവഴി അധ്യാപകനെ കോടതി കയറ്റാനും പള്ളിക്കൂടത്തിന്റെ ഖ്യാതി ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന രക്ഷകർത്താക്കൾ സംസ്ഥാനത്തുണ്ട്. അവർക്കൊക്കെ കിട്ടുന്ന തിരിച്ചടിയാണ് ഇപ്പോഴീ അനുഭവിക്കുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. എന്റെ ഊരയിൽ അടിച്ച അധ്യാപകരെ ഞാൻ നന്ദിയോടെ സ്മരിക്കും. ഇന്ന് വേൾഡ് റെക്കോർഡ് കിട്ടിയ ഒരു പ്രതീതിയിലാണ് ഞാൻ ഈ അധ്യാപകരെയൊക്കെ ജീവിതത്തിൽ ഓർമ്മിക്കുന്നത്. നമ്മുടെ ജീവിത വഴിത്താരകളിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ട് യാത്ര ചെയ്യാൻ നമ്മളെ പഠിപ്പിച്ചതും അധ്യാപകരാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്നത് അധ്യാപകരാണ്. അമ്മയും അച്ഛനും കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ബന്ധപ്പെടുന്നത് കുട്ടിക്കാലത്ത് അധ്യാപകരുമായിട്ടാണ്. അതുകൊണ്ട് അധ്യാപകർക്ക് ഹിസ്റ്റോറിക് റോളുള്ള സമയമാണിത്. നിങ്ങളുടെ കുട്ടികൾ വഴിതെറ്റുന്നു. നിങ്ങളുടെ കുട്ടികളുടെ വഴികളിൽ, ജീവിത വഴികളിൽ ഇരുട്ട് വീഴുന്നു. ഈ ഇരുട്ടിലേക്ക് പ്രകാശം ചെറിയേണ്ട നിമിഷങ്ങളായി എന്ന് തോന്നുമ്പോൾ നിങ്ങൾ പ്രവർത്തിക്കുക. ആരുടെയും മുഖം നോക്കരുത്. കാര്യം നമ്മൾ ഇത്ര കാലം മുഖം നോക്കി നമ്മൾ വല്ലാത്ത സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതൊപ്പം ഗോപികൃഷ്ണൻ നമ്മുടെ കൃഷ്ണ ചെറിയാവനും ഉണ്ട്. വാർത്താ അവതരകരായി നമ്മൾ ശീതീകരിച്ച AC മുറിയിൽ നിന്ന് വാർത്ത വായിക്കുമ്പോൾ ഈ നമ്മുടെ വാർത്താ മുറിക്കപ്പുറം ഇത്രയും ഭീകരമായ സാഹചര്യം നിലനിൽക്കുന്നെന്ന് അറിയില്ല. കൊലപാതകങ്ങളുടെ എണ്ണം പറഞ്ഞാണ് ഞങ്ങൾ രാവിലെ എന്റെ മോർണിംഗ് ഷോ ഒക്കെ ആരംഭിക്കുന്നത്. ഒരു ദിവസം 14 കൊലപാതകങ്ങൾ വരെയൊക്കെ ഞാൻ 3 മണിക്കൂർ വരെ വായിച്ചു തീർത്തിട്ടുണ്ട്. നമ്മൾ മനുഷ്യരാണ്. ഇത്രയും ഹീനമായ കൊലപാതകങ്ങൾ, അമ്മയുടെ പള്ളയ്ക്ക് കത്തി കെട്ടിയതും അച്ഛനെ കട്ടുമുറുക്കി കൊന്നതും അച്ഛനെ കെട്ടിത്തൂക്കിയതും ഒക്കെ നമ്മൾ അറിയുന്നു. 15 വയസ്സുകാരൻ കൊലക്കത്തിയും എടുത്ത് അമ്മയുടെ പിന്നാലെ പായുന്നു. രാത്രിയിൽ വീട് വിട്ട് പുറത്തുപോയി തിരിച്ചു വരുന്ന ചെറുപ്പക്കാരൻ മകന്റെ മുന്നിൽ വാതിൽ തുറന്നു വെക്കാൻ അമ്മയ്ക്ക് പേടിയാകുന്നു. ആശങ്കപ്പെടുത്തുന്ന സാഹചര്യത്തിൽ മലയാളി ജീവിതം മുന്നോട്ട് പോകുന്ന ഈ വേളയിൽ നമുക്കൊന്നേ പറയാനുള്ളൂ, വാർത്താമുറിക്കപ്പുറം നമ്മുടെ ജനങ്ങളിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ് എന്ന് നേരിട്ട് മനസ്സിലാക്കാൻ ഇറങ്ങിത്തിരിച്ച യാത്രയിൽ അമ്പരപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് നമ്മളെ തേടി വന്നത് എന്നുകൂടി നിങ്ങൾ അറിയുക. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുട്ടികൾ നല്ല മിടുക്കൽ കുട്ടികളാണ്. കാരണം ഇന്റർനെറ്റ് വഴി അവർക്ക് ലോകം മുഴുവൻ അവർക്ക് മുമ്പ് തുറന്നു കിടക്കുകയാണ്.
സ്മാർട്ട് ഫോൺ വഴി നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. വാട്സപ്പും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നിങ്ങൾ പോയി ആയിരക്കണക്കിന് ആൾക്കാരെ പരിചയപ്പെടുന്നു. പക്ഷേ കള്ളനാണയങ്ങൾ പതിയിരിപ്പെടുന്നത് മറന്നു പോകരുത്. കേരളത്തിൽ സോഷ്യൽ മീഡിയ ശരിക്കല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. ശാസ്ത്ര സാധ്യതകൾ ഏറ്റവും വൃത്തികെട്ട വഴി പിടിച്ചു നടത്താൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന ഒരു ആധുനിക കാലത്ത് ജീവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും നിർഭാഗ്യകരമായ സാഹചര്യം എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെ പരിചയപ്പെടാൻ വരുന്ന, പ്രത്യേകിച്ച് പെൺകുട്ടികളെ പരിചയപ്പെടാൻ വരുന്ന വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ പിള്ളേര് നിങ്ങളോട് കള്ളത്തരങ്ങളും മണ്ടത്തരങ്ങളും പറയും. MSc പാസ്സായാണെന്നും MA ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണെന്നും പറയും. 10ാം ക്ലാസ് പോലും പാസ്സായിട്ടുണ്ടാവില്ല. 15 വയസ്സുകാരി ഒരു പെൺകുട്ടികൾക്ക് ഒരുത്തൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് കഴിച്ചതാണെന്ന് കരുതി മലപ്പുറത്തേക്ക് അറിയുന്നത് ഒരു വാട്സാപ്പുകാരന് 10ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ല. അപ്പൊ നിങ്ങളെ വഴിതെറ്റിക്കുവാനും ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ പിന്നാലെ ഒരു നെഴല് പോലെ നടന്ന രക്ഷകർത്താക്കളുടെ വാക്ക് പറയാതെ വീട് വിട്ടു പോകാനൊക്കെ തീരുമാനിക്കുന്നത് എത്ര മണ്ടത്തരമാണെന്ന് നിങ്ങൾ അറിയണം. നിങ്ങളുടെ അമ്മയോട് തുറന്നു പറയാൻ കഴിയാത്ത ഒരു കാര്യം ഒരു പെൺകുട്ടിക്ക് ജീവിതത്തിൽ ഉണ്ടാക്കാൻ പാടില്ല. ഒരാളുടെ പ്രണയം തോന്നിയാൽ പോലും അമ്മയോട് പറയാൻ പറ്റണം. അകാലത്തിലെ നിങ്ങളോട് കള്ളത്തരം പറഞ്ഞ് നിങ്ങളെ പ്രലോഭിപ്പിച്ച് അവന്റെ വഴിയിലേക്ക് കൊണ്ടുപോകുമ്പോ അവന്റെ വഴിയിൽ കാത്തിരിക്കുന്ന കരാള ഹസ്തങ്ങളാണ് ഇതുപോലുള്ള MDMA പോലുള്ള പാഷാണങ്ങളാണ്. ഇത്തരം പാഷാണ വേഷങ്ങളെ നിങ്ങൾ ആട്ടി അകറ്റണം. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ആളുകളുമായി നിങ്ങൾ ബന്ധപ്പെടാൻ പാടില്ല. ഒരു കാര്യം കൂടി മാത്രം, നമ്മൾ ഈ കോവിഡ് കഴിഞ്ഞപ്പോ നമ്മൾ ഈ കോവിഡിനെ പേടിച്ച്, ഈ കൊറോണ വൈറസിനെ പേടിച്ച് വാതിലും ജനലയൊക്കെ കൊട്ടി അടച്ച വീട്ടിനുള്ളിൽ അകപ്പെട്ടു പോയവരാണ്. നമ്മൾ കൈകട്ടെ ആളുകളുടെ താല്പര്യം പോയി. കാര്യം അവന്റെ കയ്യിലിരിക്കുകയാണോ കൊറോണ വൈറസ്, അവൻ ചിലപ്പോൾ ഇങ്ങനെ ഊതി വിട്ടാലോ നമ്മുടെ അടുക്കളയിലേക്ക് എന്ന ഭയമായിരുന്നു നമുക്ക്. എനിക്കും എന്റെ ഭാര്യയ്ക്കും എന്റെ മക്കൾക്കും എല്ലാ ജീവിതം സുഭിക്ഷമാണെങ്കിൽ എല്ലാം നേരെയാകും എന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറയായി മലയാളി അവരുടെ അവനവനത്തെ കൊണ്ട് എത്തിച്ചു. എല്ലാം സ്വന്തം കാര്യം ചിന്താവാണ്. നമ്മുടെ ജീവിതരീതി കണ്ടാൽ നമ്മുടെ കഴുത്തിലെ ബസ് സ്റ്റോപ്പിൽ കണ്ടുപോയ ഒരു വഴിയാത്രക്കാരനെ പോലെയാണ് നമ്മുടെ മനോഭാവം. എനിക്ക് വണ്ടി കിട്ടിയാൽ നല്ലത്, കയറി കഴിഞ്ഞാൽ പിന്നെ ഈ വണ്ടി എനിക്ക് ഇറങ്ങേണ്ട സ്ഥലത്ത് മാത്രം നിർത്തിയാൽ മതി. അത്ര സ്വാർത്ഥതയാണ് മലയാളിക്ക് നമ്മൾ തിരിച്ചറിയുക. പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കോവിഡ് കാലത്ത് ഈ 20 മാസക്കാലം അടച്ചിട്ട ജനാലയിലെ ആ വാതായനം ഇനി തുറന്നു. വീട്ടിലേക്ക് കാറ്റ് കയറട്ടെ, സ്വാതന്ത്ര്യത്തിന്റെ പ്രാണവായു കയറട്ടെ, അയൽവാസിയോട് നിങ്ങൾക്ക് ഒരു രോഗം ചോദിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാകട്ടെ. കാരണം നിങ്ങൾക്ക് ചെറുക്കാനുള്ള ശക്തി ലോകത്തിന്റെ മുകളിൽ ചൂഴ്ന്നു നിൽക്കുന്ന വലിയ മാഫിയ സംഘങ്ങളാണ്. ഈ മാഫിയ സംഘങ്ങളെ കുറിച്ച് നിങ്ങൾ പോലീസിന് വിവരം കൊടുത്താൽ ആ വിവരം ഏതെങ്കിലും രീതിയിൽ ചോർന്നു പോയാൽ നിങ്ങളുടെ വീട് കയറി കൊല്ലാനും തിന്നാനും മടിക്കാത്ത ആൾക്കാരെപ്പോഴുണ്ട് വരുമെന്നുള്ളതല്ല. അതേസമയം നിങ്ങൾ ഒറ്റയ്ക്ക് പോകാതെ ഒരു സംഘമായി പോയാൽ ഒരു മാഫിയ സംഘത്തിനും നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഒരിക്കലും മരിക്കൂ. ഒരു 1000 മരിക്കുമെന്ന് വിവരമുള്ള ആൾക്കാർ പറയുന്നുണ്ട്. ഈ ചെറിയൊരു ജീവിതം നമുക്ക് 75-80 കൊല്ലക്കാലം സുഖമായി കിട്ടുന്ന ഒരു ജീവിതം 12-7 കൊല്ലത്തിലേക്ക് തരംതാഴ്ത്തുന്ന ഈ MDMA എന്ന് പറയുന്ന മാരക പാഷാണം പോലെയുള്ള രാസലഹരികൾ ഈ സ്ഥാനത്ത് നിന്ന് കെട്ടിലെത്തിക്കാൻ നിങ്ങൾ എല്ലാവരും അണിചേരുക. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം, നമുക്ക് ഈ മണിക്കൂറുകൾ വളരെ എണ്ണപ്പെട്ടതും നിർണായകമായതുകൊണ്ട് നമ്മുടെ ഈ യാത്ര കാസർഗോഡ് എത്തുമ്പോഴേക്കും ഏറ്റവും അവസാനത്തെ MDMA വിൽപ്പനക്കാരനും ഈ നാട് വിട്ടുപോകണം എന്നാണ് നമ്മുടെ ആഗ്രഹം. നമ്മുടെ പോലീസ് സംവിധാനവും നമ്മുടെ എക്സൈസും നമ്മുടെ കോടതിയും നമ്മുടെ മെഷീനറികളും ഒക്കെ തന്നെ ഇപ്പൊ വളരെ കാര്യക്ഷമമായ ഒരു ഇടപെടൽ നടത്തുന്നുണ്ട്. ഈ മെഷീനറികൾ അല്പം താമസിച്ചു പോയി. ഇതിനകത്തൊരു പൊളിറ്റിക്കൽ വില്ലാണ് വേണ്ടത്. നമുക്കറിയാം ഇതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ എടുക്കേണ്ട തീരുമാനം എടുത്തത് ലേശം താമസിച്ചു പോയി തന്നെയാണ് കാരണം. ഇത് നമ്മളിപ്പോൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വെള്ളപ്പൊക്കം വന്നപ്പോ വെള്ളം നമ്മുടെ വേളയെ മറിഞ്ഞപ്പോ നമ്മൾ അവിടെ രാഷ്ട്രീയ സംവാദം നടത്തിയിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ ആളുകൾ കൈത്താക്കാവുക എന്നതായിരുന്നു നമ്മുടെ കാര്യം. കോവിഡ് വന്ന് നമ്മളെ തകർത്തെറിഞ്ഞ് നമ്മുടെ ആൾക്കാരെ കൊല ചെയ്യാൻ തുടങ്ങിയപ്പോ നമ്മൾ കോവിഡ് ആര് കൊണ്ടുവന്നു, അല്ലെങ്കിൽ കോവിഡ് എങ്ങനെ പടർന്നു പിടിച്ചു, അതിനെതിരെ സർക്കാരിൽ നിന്ന് നടപടിയെടുക്കുന്ന ചർച്ച നമ്മൾ ചെയ്തില്ല. നമ്മുടെ ബുദ്ധിയും യുവാവും വിവേകവും ആ വഴിക്കായിരുന്നു. നമ്മളിപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇതിൽ താമസിക്കുക എന്നത് പരമായ യാഥാർത്ഥ്യമാണ്. പക്ഷെ നമുക്ക് ആരെങ്കിലും പഴി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നമ്മുടെ തന്നെ കുറ്റമാണത്. നമ്മുടെ നാട്ടിൽ പല കാര്യങ്ങളും പല സ്കൂളുകളും സംഭവിച്ചപ്പോ നമ്മൾ റെപ്യൂട്ടേഷന്റെ പേരിൽ അത് അമർത്തി വെക്കാൻ ശ്രമിച്ചു. അതിന്റെ പരിണിത ഫലം കൂടി ഇതിനകത്തുണ്ട്. ഇനിയിപ്പോ നിങ്ങളങ്ങനെ അമർത്തി വെച്ചിട്ട് കാര്യമില്ല. അതായത് കോഴിക്കോട് താമരശ്ശേരിയിൽ അമർത്തി വെക്കാൻ ശ്രമിക്കുകയും അതായത് പാക്കറ്റിൽ MDMA കണ്ടപ്പോ പോലീസ് ഓടിച്ചു. പോലീസിനെ കണ്ട് ഭയന്ന് അയാൾ അത് വിഴുങ്ങി ആമാശയത്തിൽ കിടന്നത് പൊട്ടി അയാൾ ചത്തു. പിന്നെയും ഒരുത്തൻ വിഴുങ്ങി അമൃതഭാഗ്യത്തിൽ ചത്തില്ല. അപ്പോ ഈ സാധനം എത്രമാത്രം മാരകമാണ് എന്ന തിരിച്ചറിവ് മലയാളിക്ക് ഉണ്ടാക്കി കൊടുത്ത താമരശ്ശേരിക്കാരൻ അകാലത്തിൽ മരിച്ചുപോയ ആ MDMA വിൽപ്പനക്കാരനാണ്. അപ്പൊ നമ്മൾ ഇനി സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും
നമ്മുടെ ജനകീയ പ്രക്ഷോഭത്തിനും എല്ലാം ഒന്നിച്ചു നിൽക്കണം. നമ്മളൊരു ജനസാഗരം പോലെ ഒരുപക്ഷെ നമ്മൾ ആഞ്ഞടിക്കാനുള്ള ഒരു ജനകീയ മുന്നേറ്റം പോലെ മാറുന്നു. ആൾക്കൂട്ടം ഒരേ സ്വരത്തിൽ മലയാളി സമൂഹത്തിലെ ഈ രാസലകരി ആവശ്യമില്ലാത്ത ഒരേ കരുത്തിൽ ഒരേ ശക്തിയിൽ നമുക്ക് പറയാൻ കഴിയുകയാണെങ്കിൽ അവസാനത്തെ MDMക്കാരനും ഈ നാട് വിട്ടുപോകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാവരും അധ്യാപകരും കുഞ്ഞുങ്ങളും സ്കൂൾ മാനേജ്മെന്റും അതുപോലെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പൊതുപ്രവർത്തകരും തത്സമയം ഈ പരിപാടി നമുക്ക് SK40 എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ ഇതിനായിട്ട് തന്നെ യാത്ര തുടങ്ങിയതിനു ശേഷം എക്സ്ക്ലൂസീവായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യം ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഇത് ഏതൊക്കെ സ്കൂളുകളിലും കോളേജുകളിലും നമ്മൾ പോകുന്നു, അവിടെ എന്തൊക്കെയാണ് പറയുന്നതെന്ന് പറയുന്ന ലൈവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോഴും നിങ്ങളെ ലൈവായിട്ട് ഈ യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ 24 എല്ലാ പ്ലാറ്റ്ഫോമിലും, ഫ്ലവേഴ്സിന്റെ എല്ലാ പ്ലാറ്റ്ഫോമിലും പരമാവധി ആളുകളിൽ എത്താൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ ഇത് ആൾക്കാരോട് പറയണം. ഞാന് ഇത് നിങ്ങളോട് പറയുമ്പോ നിങ്ങൾ ഇത് മറ്റുള്ളവരോട് പറയണം. ഇതാണ് MDMA എന്ന് പറയുന്ന സാധനം. മനുഷ്യനെ, അവന്റെ ഹ്യൂമൻ ബോഡി എന്തെല്ലാം രീതിയിൽ കർത്താവ് എത്ര മണിക്കൂറെടുത്ത് പണിയുണ്ടാക്കിയ ഒരു സാധനമായിരിക്കും. കർത്താവ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് തലച്ചോറിലേക്ക് തവിയില് തലച്ചോറിൽ എന്തൊക്കെ സാധനങ്ങൾ എടുത്ത് കോരിക്കൊണ്ട് അങ്ങനെ നോക്കും. എത്ര ഒഴിക്കണം ഇത്. ചില ആൾക്കാരെ കറ്റിക്കൊണ്ട് കൂടുതൽ ഒഴിക്കും. ആ കൂടുതലൊക്കെ ഒഴിച്ച് നല്ല വൃത്തിയാക്കി നല്ല സുന്ദരികളും സുന്ദരന്മാരായിട്ട് ഇറക്കി വിട്ട ആളുകളാണ് ആട്ടിക്ക് പൂക്കുറ്റിയായിട്ട് ഇങ്ങനെ നടക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കണം. കഞ്ചാവിന്റെ പുകച്ചൂരുകൾ ഒരു തെറ്റിദ്ധാരണ കൂടി നമ്മുടെ നാട്ടിൽ ഈ MDMക്കാർ പ്രചരിപ്പിക്കുന്നുണ്ട്. അതായത് കഞ്ചാവ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി കൂടുമെന്നാണ്. നമ്മുടെ ബുദ്ധി കുറച്ചുകൂടെ കൂർത്തു വരും, ഷാർപ്പാവും. നമ്മുടെ ബുദ്ധി കൊണ്ട് പിന്നെ നമുക്ക് 10ാം ക്ലാസ് പഠിക്കുന്ന ഒരാൾക്ക് +2 എഴുതി ജയിക്കാം എന്നൊക്കെ പറഞ്ഞു കളഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഒരു ലഹരി പദാർത്ഥത്തിനും നമ്മുടെ തലച്ചോറിനെ വളർത്താൻ കഴിയില്ല. നേരെ പറിച്ച് ഈ തലച്ചോറ് തല്ലിപ്പിടിക്കാനേ പറ്റും. MDMA എന്ന് പറയുന്ന ഒരു മാരക പാഷാണമാണ്. അത് നമ്മുടെ ശരീരത്തിലേക്കും ബ്ലഡിലേക്കും കലർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഇല്ലാതാകും, കട്ടപ്പുകയാകും. അല്ലാതെ അതിന് ഒരു ഗുണവുമില്ല, വലിയ ദോഷങ്ങളുണ്ട് താനും. എന്റെ പരമായ സംശയം ഈ MDMA കൊണ്ട് ഈ നാട്ടിൽ നടക്കുന്ന കഞ്ചാവ് വിൽപ്പനക്കാരായിട്ടുള്ള ആളുകളായിരിക്കും ഒരുപക്ഷെ ഇത്തരം ഒരു അശാസ്ത്രീയമായ മണ്ടത്തരം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു. നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിലെ മലയാളികൾ എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കും. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൽ ഇറങ്ങി നിൽക്കുക, എല്ലാവരും കൂടെ എന്തെങ്കിലും തട്ടിച്ച് തരണേ, എന്റെ ബാങ്കിൽ കുറച്ച് കാശ് കിടപ്പുണ്ട്, അടിച്ചു മാറ്റാൻ ഈ മാറ്റിക്കോ. നമ്മുടെ ചാട്ടന്റെ കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്ത് ബാങ്ക് മാനേജർമാരെ പോലെ ആൾക്കാർ പറ്റിക്കുന്നുണ്ട്. ചില പോലീസ് ഓഫീസർമാർ നമ്മളോട് തന്നെ ചോദിക്കും, നമ്മുടെ ആൾക്കാർക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോന്ന്. ഏതാവുമെന്ന് എന്ത് പറഞ്ഞാലും നമ്മളിപ്പോ പറയാണ്, സൂര്യനെങ്കിൽ താഴെ നാളെ മറ്റന്നാൾ വൈകുന്നേരം 5 മണിക്ക് സൂര്യനെങ്കിൽ താഴെ ഇറങ്ങി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോ വരും സൂര്യൻ, ഇന്ന് കാണാൻ പറ്റുമോ അല്ലേ എന്ന് ചോദിക്കുന്ന ആളുകൾ നമുക്കിടയിലുള്ള അത്ര മണ്ണത്തരം നമ്മൾ വിശ്വസിക്കും. നമ്മള് വലിയ വിദ്യാഭ്യാസമൊക്കെ ചെയ്ത ആൾക്കാരുകളാണ് ഈ നമ്മുടെ ബാങ്കിൽ നിന്നൊക്കെ പണം വിഡ്രോ ചെയ്ത ആൾക്കാർ കെട്ടിക്കെട്ടിയിരിക്കുന്നത്. അപ്പൊ അത്ര മണ്ടത്തരങ്ങൾ വിശ്വസിക്കുന്ന ആളുകൾ മാത്രമേ ഈ MDMA എന്ന് പറയുന്ന മാരക പാഷാണം അതുകൊണ്ട് ഗുണമുണ്ടാകൂ എന്ന് പറയും. അപ്പൊ കുട്ടികൾ ജാഗ്രത പാലിക്കുക, അമ്മമാർ ജാഗ്രത പാലിക്കുക, സ്കൂൾ മാനേജ്മെന്റ് ജാഗ്രത പാലിക്കുക. സ്കൂളിലെ ഓരോ കുട്ടിയുടെയും പുറത്ത് അടുത്ത 5-6 മാസക്കാലം ക്രോസ് ആയിട്ട് നിരീക്ഷണം നടത്തണം. ഈ MDMA ഒക്കെ നമ്മുടെ നാട്ടിൽ തുടച്ചു മാറ്റുന്നത് വരെ നിങ്ങളുടെ ശ്രദ്ധ യഥാർത്ഥ 24 മണിക്കൂർ ശ്രദ്ധ നമ്മുടെ കുട്ടികൾ വേണം. ഒരു കുട്ടി പോലും ഇനി MDMA മുഖം വിളിച്ചു വീഴാൻ പാടില്ല. ബായ്. നമസ്കാരം. അരുതക്രമം അരുത ലഹരി എന്ന സന്ദേശവുമായി SK40യുടെ ഭാഗമായി കേരളത്തിന്റെ ഒരറ്റത്തുള്ള മറ്റു അറ്റത്തേക്ക് ഞങ്ങൾ നടത്തുന്ന ഈ യാത്രയ്ക്ക് കടുത്തുരുത്തിയിൽ സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും മാനേജ്മെന്റും തന്ന ഈ സ്വീകരണത്തിന് ആദ്യം നേരം നന്ദി പറയട്ടെ. ഈ ഡോക്ടേഴ്സും അതുപോലെ തന്നെ മനോരോഗ വിദഗ്ധരും പറയുന്നത് പിയർ പ്രഷർ കൊണ്ടാണ്. അതായത് നമ്മുടെ സഹപാഠികൾ അവർ നിർബന്ധിച്ച് നൽകുന്നു, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു കൂട്ടുകെട്ടിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്തോ നിങ്ങളുടെ അയൽവാസിയോ നിങ്ങളെ നിർബന്ധിച്ച് ഇതിന്റെ ഈ ലഹരി വസ്തു നിങ്ങളുടെ കയ്യിൽ എത്തിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് 2 മാർഗങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് അപ്പോൾ തന്നെ അത് നിരസിക്കാം. അത് പല രൂപത്തിലായിരിക്കും. മുട്ടായിയുടെ രൂപത്തിലായിരിക്കും നിങ്ങൾക്ക് തരാൻ പോകുന്നത്, സ്നേഹത്തിന്റെ രൂപത്തിലായിരിക്കും അത് തരാൻ പോകുന്നത്. നിങ്ങൾക്ക് അത് ഉടൻ തന്നെ നിരസിക്കാം. രണ്ടാമത്തെ കാര്യം, നിങ്ങളത് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട, നിങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള, അത് നിങ്ങളുടെ രക്ഷിതാക്കളായിരിക്കാം, നിങ്ങളുടെ അധ്യാപകരായിരിക്കാം, ആരാണോ അവരെ നിങ്ങൾക്ക് അറിയിക്കാം. മൂന്നാമത്തെ കാര്യം, ഇതിന്റെ വ്യാപാരികൾ, ഇതിന്റെ കണ്ണികളായി മാറുന്നത് കുട്ടികളടക്കമുള്ള, നിങ്ങളെപ്പോലുള്ള കുഞ്ഞുങ്ങളടക്കമുള്ളവരാണ് ഇത് മറ്റൊരാളിലേക്ക് എത്തിക്കുന്നത്. അത് ആര് ചെയ്യുന്നു, അതിനെക്കുറിച്ച് എന്ത് വിവരം കിട്ടിയാലും നിങ്ങൾ അതുകൂടെ കൈമാറണം. നമുക്കറിയാം, നമ്മൾ അധ്യാപകരെ കുറിച്ച് പറയുമ്പോൾ എ ഗുഡ് ടീച്ചർ ഇൻസ്പയർസ് എന്നാണ്. ഒരു നല്ല അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക കുട്ടികളെ പ്രചോദിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ
ആ ഈ കുഞ്ഞുങ്ങളുമായി ഏറ്റവും അധികം ഹൃദയബന്ധം ഉണ്ടാകേണ്ടത്, ഏറ്റവും സുതാര്യമായ നിർമ്മലമായ ഒരു ബന്ധം ഉണ്ടാകേണ്ടത് അധ്യാപകർക്കും കുട്ടികൾക്കും ഇടയിലാണ്. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് അധ്യാപകരോട് തുറന്നു പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം എനിക്ക് തോന്നുന്നു ഇതുപോലെയുള്ള വിദ്യാലയങ്ങളിൽ അതിനുള്ള എല്ലാ സാധ്യതകളും സാഹചര്യവും ഉണ്ടെന്നാണ്. അങ്ങനെ നല്ല ഒരു ബന്ധം വിദ്യാർത്ഥികളുമായി അധ്യാപകർക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ ഉറപ്പായും അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടെങ്കിൽ, എവിടെ നിന്നെങ്കിലും അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രയാസമുണ്ടെങ്കിൽ, അവർക്ക് ദുഃഖങ്ങളുണ്ടെങ്കിൽ അത് അധ്യാപകരുമായി പങ്കുവെക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന് സാന്ത്വനമേകിക്കൊണ്ട് അവരെ കൂടെ ചേർത്ത് നിർത്താൻ കഴിയും. അങ്ങനെ സ്നേഹവലയത്തിൽപ്പെട്ട ഒരു കുട്ടിക്കും ഇതുപോലെയുള്ള മാരക രാസലഹരിയുടെ അടിമയാകാൻ കഴിയില്ല. അത് അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊന്ന് രക്ഷിതാക്കളാണ്. രക്ഷിതാക്കളെ സംബന്ധിച്ച് കുട്ടികളുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളായി മാറേണ്ടത് രക്ഷിതാക്കളാണ്. നേരത്തെ എസ് കെ പറഞ്ഞതുപോലെ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലം എടുത്തു കഴിഞ്ഞാൽ, 10 വർഷം മുമ്പോട്ട് എടുത്തു കഴിഞ്ഞാൽ മൊബൈൽ ഫോണുകൾ നമ്മളെല്ലാവരും അവരുടെ ജീവിതത്തിലേക്ക് മാറുന്നു, ആ സ്വന്തം സന്തോഷങ്ങളിലേക്ക് മാറുന്നു. കുട്ടികളെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. ജീവിതത്തിൽ പല തിരക്കുകളിലേക്ക് നമ്മൾ വീട് പോകുന്നു. അങ്ങനെ വീട് പോകുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് ഏറ്റവും സുന്ദരമായ സ്നേഹത്തിന്റെ നിമിഷങ്ങളാണ്. അവിടെ കുട്ടികൾക്ക് അവർക്ക് ആശ്രയിക്കാൻ കഴിയുന്ന, അവർക്ക് സ്നേഹിക്കാൻ കഴിയുന്ന, അവർക്ക് എന്തും പങ്കുവയ്ക്കാൻ കഴിയുന്ന ഒരു നല്ല സുഹൃത്തിനെ അവർക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ നമുക്ക് മുൻപുണ്ടായിരുന്ന ആ സുന്ദരമായ ഗൃഹാന്തരീക്ഷം വീടുകളിലേക്ക് തിരികെ കൊണ്ടുവരാൻ രക്ഷിതാക്കൾ മുൻകൈയെടുക്കണം. ഇങ്ങനെ ഒരു യാത്ര 24 നടത്താൻ തീരുമാനിച്ചത് വലിയ ഒരു കൂടിയാലോചനയ്ക്ക് ശേഷമാണ്. കാരണം നിങ്ങൾക്കറിയാം, കനത്ത വെയിലാണ്, വലിയ വേനലാണ്. 11 മണി തൊട്ട് 3 മണി വരെ തൊഴിലിടങ്ങളിൽ പോലും ആളുകൾ പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് സർക്കാർ നിഷ്കർഷിച്ചിരിക്കുന്ന സമയമാണ്. ഈ സമയത്താണ് 24 വലിയ സംഘം ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് ഒരു യാത്ര പുറപ്പെടുന്നത്. ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. കാരണം നേരത്തെ എസ് കെ സൂചിപ്പിച്ചതുപോലെ പ്രളയം വന്നതുപോലെ, കോവിഡ് വന്നതുപോലെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് നേരിടേണ്ടുന്ന, പോരാടേണ്ടുന്ന ഒരു വലിയ പ്രശ്നമായി, ഒരു വിപത്തായി നമ്മുടെ നാട്ടിലെ ലഹരി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനെതിരെ ഒരു പൊതു മനസാക്ഷിയെ ഉണർത്തുക, സർക്കാർ സംവിധാനങ്ങളെ നടപടിയെടുക്കാൻ അവരുടെ മേൽ സമ്മർദ്ദം ചെലുത്തുക, അവരെ പ്രേരിപ്പിക്കുക. അങ്ങനെ മുഖ്യമന്ത്രി നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ കണ്ടെത്തുന്ന വിവരങ്ങൾ, നിങ്ങൾ ശേഖരിക്കുന്ന വിവരങ്ങൾ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കേരളത്തിന്റെ ഉൾഗ്രാമങ്ങളിൽ അടക്കമുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ, അത് ഒരു വലിയ റിപ്പോർട്ടായി സർക്കാരിന് സമർപ്പിക്കുക, കാര്യങ്ങൾ പരിശോധിച്ച നടപടികളിലേക്ക് കടക്കാമെന്നാണ്. സർക്കാർ നൽകിയിരിക്കുന്ന ഉറപ്പ് 24ന്റെ ഈ യാത്രയ്ക്ക് വലിയ ആത്മവിശ്വാസവും പ്രചോദനവും നൽകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാ ഇടങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങൾ ഞങ്ങളുടെ ഒരു സംഘം ഇത് ഒരു റിപ്പോർട്ടാക്കി സർക്കാരിന് നൽകുകയും സർക്കാർ നടത്തുന്ന ഈ നടപടികൾക്ക് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന തരത്തിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഞങ്ങൾ നൽകുകയും ചെയ്യും. അപ്പോൾ ഒരിക്കൽ കൂടി സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഈ ഞങ്ങൾക്ക് നൽകിയ സ്വീകരണത്തിന്, ഞങ്ങളുടെ യാത്രയ്ക്ക് നൽകുന്ന ഈ പിന്തുണയ്ക്ക് എല്ലാ വിധത്തിലുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു. നമുക്ക് ഈ സന്ദേശം നമുക്ക് ആവർത്തിച്ച് പറയാം: അരുത് അക്രമം, അരുത് ലഹരി. താങ്ക് യു. അപ്പോ നമ്മളിപ്പോ എല്ലാവരും ചേർന്ന് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളൊരു പ്രതിജ്ഞ എടുക്കും. അപ്പൊ നമ്മൾ സാധാരണ ഒരു പ്രതിജ്ഞ എടുക്കുന്ന പോവുക ചെയ്യുന്നത്. ഇതിൽ പ്രതിജ്ഞ എടുക്കുന്നത് മാത്രമല്ല, നമ്മൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾക്ക് പാലിക്കുകയും ചെയ്യും. അപ്പൊ നമ്മുടെ വാർത്താവിധാരക കൃഷ്ണ ചെറിയ നിങ്ങൾക്ക് ഈ പ്രതിജ്ഞാവാചകം ചൊല്ലിത്തരും. നിങ്ങൾ നെഞ്ചത്ത് കൈകൾ അമർത്തി നിങ്ങൾ എല്ലാ എംഡിമാർക്കും, എസ്പെഷ്യലി എംഡിഎംഎ ഉൾക്കാരുന്ന എല്ലാവരും നശിച്ചു പോകണം എന്നൊരൊറ്റ ചിന്തയിൽ നിങ്ങൾ ഈ പ്രതിജ്ഞ ചൊല്ലണം. അതേസമയം നമ്മുടെ കുട്ടികളോട് ഒരു കാരണവശാലുള്ള പ്രതികാരം അനുഭവം പാടില്ല. അവര് സന്ദർഭവശാൽ വഴി നെറ്റിപ്പോയവരാണ്, വഴി നെറ്റി ആട്ടിമുട്ടികളെന്ന് പറയും, അങ്ങനെയുള്ളവർ. അതുകൊണ്ട് അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം. മറ്റവന്മാർക്ക് സർവനാശം നമ്മൾ കൽപ്പിക്കുന്ന ഒരു പ്രതിജ്ഞ. നമ്മൾ പ്രതിജ്ഞ എടുക്കല്ലേ? ആണോ? ഗുഡ് മോർണിംഗ്. ഉറക്കം പഠിച്ച ഗുഡ് മോർണിംഗ്. ഇങ്ങനെയാണോ നല്ല കുട്ടികൾ ഗുഡ് മോർണിംഗ് പറയണേ? ഉറക്കം പറഞ്ഞേ ഗുഡ് മോർണിംഗ്. അപ്പൊ ഇത്രയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ലഹരി ഉപയോഗിക്കോ? ഉറക്കം പറഞ്ഞു. ഇപ്പൊ എനിക്കിതൊന്നും പോരാ, ഉറക്കം പറയണം. കുറച്ചുകൂടെ ഉറക്കെ. വെരി ഗുഡ്. ഇനി നിങ്ങൾ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അറിയോ? നമ്മുടെ മാത്സിന്റെ ഹോംവർക്ക് ഒക്കെ ചെയ്യുമ്പോ നമ്മൾ 4, 5, 9 ഒക്കെ ഇങ്ങനെ ചാടി നടക്കുന്നതാണ്. പിറ്റേ ദിവസം വരുമ്പോ നമ്മുടെ ടീച്ചർ ചെടിക്കൊക്കെ പിടിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആവരുത്. എല്ലാവരും ഈ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുക. ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ SKN മാധ്യമപ്രവർത്തനത്തിൽ 40 വർഷം തികയ്ക്കാൻ പറ്റിയത് ലഹരി ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ കൂടെ തുടങ്ങിയ പലരും ഇപ്പോൾ മണ്ണിനടിയിലാണ് ലഹരി ഉപയോഗിച്ചത്. KR ഗോപികൃഷ്ണൻ
ഒരിക്കലും ലഹരി ഉപയോഗിച്ചിട്ടില്ല, ഞാൻ ഉപയോഗിച്ചിട്ടില്ല. കാരണം 6 വയസ്സിൽ എന്റെ അമ്മയ്ക്ക് ഞാൻ കൊടുത്ത വാക്കാണ്, ഇന്നും പാലിക്കുന്നു. ഞാൻ ഇനി മണ്ണിനടിയിൽ പോകുന്നത് വരെ ഞാൻ ലഹരി ഉപയോഗിക്കില്ല. അപ്പൊ അതുകൊണ്ട് ആ അനുഭവത്തിൽ നിന്ന് നിങ്ങളോട് എല്ലാവരോടും ഞങ്ങൾ പറയുകയാണ്, നോ ലഹരി. ഓക്കെ, നമുക്ക് പ്രതിജ്ഞയെടുക്കാലോ. നമുക്ക് നമ്മുടെ വലത്തെ കൈ അങ്ങോട്ട് നീട്ടിപ്പിടിച്ച് ഉറക്കെ നമ്മൾ പ്രതിജ്ഞയെടുക്കണം. ഓക്കെ, എന്റെ കേരളം എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും കുട്ടികളെ പോലും ഇരയാക്കുന്നു. നിരപരാധികൾ ലഹരി വലയിൽ ബലിയാടാകുന്നു. ലഹരി മാഫിയയുടെ വ്യാപനം ഞാൻ അറിയുന്നു. ഹോസ്റ്റൽ മുറികൾ ലഹരി സംഭരണ കേന്ദ്രങ്ങളാകുന്നു. പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി മരുന്ന് പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന ലഹരി വ്യാപനം സർവശക്തിയുമെടുത്ത് തടയുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. പിന്നെ നമ്മൾ ആരും എടുക്കില്ലല്ലോ എന്ന് പറഞ്ഞാൽ പ്രതിജ്ഞയല്ല, ലഹരി. ആരെയെങ്കിലും വഴിയിൽ എവിടെയെങ്കിലും ലഹരി ഉപയോഗിച്ച് കണ്ടാൽ ശരിക്കും എടുക്കും. ഇനി നമുക്ക് സന്ദേശം പറയാനായിട്ട് സ്കൂൾ മാനേജറായിട്ടുള്ള ഫാദർ ജോൺസൺ ലീലാതിരത്തെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമിരിക്കുന്ന ബഹുമാനപ്പെട്ടവരെ, പ്രിയമുള്ള കുട്ടികളെ, ബഹുമാനായ ജഗന്നൻ നായരും ടീമും നമ്മുടെ ഈ സ്കൂളിന് നൽകിയത് ശക്തമായ ഒരു സന്ദേശമാണ്. അതിശക്തമായ വാക്കുകളിലൂടെയാണ് സാറ് കണ്ടതും കേട്ടതുമായിട്ടുള്ള അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമ്മളോട് സംസാരിച്ചത്. സാറ് സംസാരിച്ചത് നമ്മുടെ ഈ മുമ്പിലിരിക്കുന്ന ഇത്രയും നമ്പർ കുട്ടികളോടല്ല. നമ്മുടെ ഈ സ്കൂളിൽ നിന്നുള്ള ഹാജരല്ലാത്ത 1300ഓളം കുട്ടികൾ നമ്മുടെ ഈ നാടിനോട്, ഈ സമൂഹത്തോട് മൊത്തത്തിലാണ്. അത് നമ്മുടെ നാളേക്ക് വേണ്ടിയുള്ള വാക്കുകളായിരുന്നു, നമ്മുടെ ഭാവിക്ക് വേണ്ടിയുള്ള വാക്കുകളായിരുന്നു. നമ്മുടെ ഈ അതിജീവനത്തിന് ഇന്നേറ്റവും കാലികമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള സന്ദേശമായിരുന്നു. നമ്മുടെ ടെലിവിഷൻ ചാനലിലൂടെ അനേക വർഷങ്ങളായിട്ട് സാറിനെ കാണുന്നുണ്ട്. ഞാനൊക്കെ ജനിച്ച കാലത്ത് സാറിങ്ങനെ നമ്മുടെ സ്വീകരണ വഴികളുടെ ദേവികളുടെ മുമ്പിൽ ഇങ്ങനെ സുസ്മേരവാനായിരുന്നെന്ന് സന്ദേശങ്ങൾ, അതായത് മാധ്യമ പ്രവർത്തനം നടത്തുന്ന രീതിയാണ് കണ്ടിരിക്കുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള വലിയൊരു ദൗത്യമാണ് സാറിന്റെ ടീം നമ്മുടെ കേരളത്തിന് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഏറ്റെടുത്തിരിക്കുന്നത്. കൃത്യമായ അഭിനന്ദനങ്ങൾ. കാരണം ഇത് നമ്മുടെ സമൂഹത്തെ, നമ്മുടെ നാളെയെ സുരക്ഷിതമാക്കാൻ വേണ്ടി ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം ഏറ്റെടുത്തിരിക്കുന്ന വലിയ ദൗത്യമാണ്. നിങ്ങളെ ഈ ഉദ്ദേശിച്ചിരിക്കുന്ന വലിയ ദൗത്യത്തെ ഓർത്ത് അഭിനന്ദിക്കുന്നു. പ്രിയമുള്ള കുട്ടികളെ, സാറ് പറഞ്ഞത് നമ്മുടെ പ്രേക്ഷകരുടെ ആവശ്യമാണ് വാർത്തയെക്കുറിച്ചല്ല, അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കങ്ങളുടെ എവിടെയെങ്കിലും പറഞ്ഞു കേട്ട ഒരു സന്ദേശത്തെ കുറിച്ചല്ല സാർ ഇവിടെ അവതരിപ്പിച്ചത്. നമ്മുടെ ക്ലാസ് മുറികളിൽ അല്ലെങ്കിൽ നമ്മുടെ തന്നെ പുസ്തകത്താളുകളിൽ നാം അറിയാതെ ആരെങ്കിലും ഒക്കെ ഉറപ്പിച്ചു വെക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ്. നമ്മുടെ അടുത്ത് ഇന്ന് വരെ അവരെത്തിയിട്ടില്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും അവരെത്തും. പലപ്പോഴും അപ്പറയും ഇപ്പറയും ഉള്ളവർക്ക് സംഭവിച്ചപ്പോൾ നാം അതിനോട് പ്രതികരിക്കാതിരിക്കുന്നതിന്റെ കാരണം എന്റെ അടുത്തേക്ക് അവരുടെ വരെ എത്തിയിട്ടില്ല എന്നുള്ളത് സുരക്ഷിതത്വ ബോധമായിരിക്കാം. പക്ഷെ നാം ആരും സുരക്ഷിതരല്ല. ഇന്ന് വന്നില്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും നമ്മുടെ ഇടയിലേക്ക് എത്തും. അതുകൊണ്ടുള്ള ഈ മുൻകരുതൽ, ഈ സന്ദേശം ഹൃദയത്തിൽ പറഞ്ഞ ഒരു സന്ദേശമായിട്ട് നമുക്ക് ഏറ്റെടുക്കാം. നാം ചെയ്ത ഈ ഒരു പ്രതിജ്ഞ വെറും ഒരു വാക്കല്ല, മറിച്ച് നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ സമൂഹത്തിന്, നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് നാം കൊടുക്കേണ്ട ഉറപ്പാണ്. നിങ്ങൾക്ക് ഈ ഒരു സന്ദേശം ഹൃദയത്തിൽ ഏറ്റെടുക്കേണ്ട വലിയൊരു വികാരമായിട്ട് ഈ ഒരു വർഷാവസാനം നമ്മുടെ പരീക്ഷകളെല്ലാം അവസാനിച്ച് നമ്മുടെ ഔദ്യോഗികാല ജീവിതങ്ങളിലേക്ക് നാം മാറുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കേണ്ട, നമ്മളെ വേദനിപ്പിക്കേണ്ട ഒരു സന്ദേശമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. സാറിനും ടീമിനും ഇടപെടാൻ കാണിച്ച ഈ വലിയ ഒരു മനസ്സിന് കൃത്യമായ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവരും ആശംസകളും നല്ല രോഗിക്കാരെല്ലാം നിർത്തുന്നു. നന്ദി.
അപ്പോൾ ഒരു ചെറിയ സന്ദേശം ഫാദർ മാത്യു ചന്ദ്രനെ നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതായിട്ടുള്ളത്. ലഹരിയുടെ വ്യാപനത്തിന് ലഹരിയുടെ വ്യാപനത്തിന് കുറ്റകൃത്യങ്ങളുടെ വർധനയ്ക്കുമെതിരെ കേരളത്തിലെ പൊതുബോധത്തെ ഉണർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ചാനൽ ശൃംഖലയുടെ തലവൻ SK എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ശ്രീകണ്ഠൻ നായർ സാറ് ഈ വലിയ മുന്നേറ്റം ആരംഭിച്ചിരിക്കുന്നത് സാറിന്റെ മാധ്യമ ഇടപെടലുകള് പൊതുവേദികളിലെ സംവാദങ്ങള് പിന്തുടരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇപ്പോഴിവിടെ സാറ് നടത്തിയ ആ പ്രഭാഷണം പതിവിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ തീക്ഷ്ണവത്തായിരുന്നു എന്ന് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കുട്ടികളെയും യുവജനങ്ങളെയും ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നതിനു വേണ്ടിയും ലഹരിക്കെതിരെ നോ പറയാൻ അവരുടെ വ്യക്തിത്വത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയും ചാനൽ 24 ആരംഭിച്ചിരിക്കുന്ന ഈ ജനസമ്പർക്ക പരിപാടി അത് ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് സഹായകമായി തീരട്ടെ. അതിന് പൊതുജനങ്ങളുടെ പിന്തുണ കലവറയില്ലാത്ത വിധത്തിൽ ലഭിക്കട്ടെ എന്ന് ആശംസിച്ച് ONV എന്ന് പദ്യസാഹിത്യത്തില് 3 അക്ഷരങ്ങൾ പറയുമ്പോൾ അറിയപ്പെടുന്ന ആള് പോലെ ദൃശ്യ മാധ്യമങ്ങളില് SK എന്ന പേര് ശ്രദ്ധേയമാണ് എന്ന് കുട്ടികൾ കൂടി ഓർമ്മിക്കണം എന്ന് അറിയിച്ച് ഈ സന്ദേശ ജീവിതത്തില് നിങ്ങൾ പ്രാവർത്തികമാക്കണം എന്ന് അഭ്യർത്ഥിച്ച് എല്ലാ പിന്തുണയും സഹകരണവും അറിയിച്ചതിന്റെ വാക്കുകൾ ഉപസംഹരിക്കും. വിശിഷ്ട വ്യക്തികളെ, ഏറ്റവും പ്രിയങ്കരായ വിദ്യാർത്ഥികളെ, സ്നേഹം നിറഞ്ഞ അധ്യാപകരെ, രക്ഷിതാക്കളെ, ഞാൻ എല്ലാവർക്കും ആദ്യമായി എൻ്റെ വിനീതമായ നമസ്കാരം. ഞാനൊരു പ്രാസംഗികനൊന്നുമല്ല. പ്രത്യേകിച്ച് പ്രിയനായ സാറിനെ പോലെ ഒരാൾ സംസാരിച്ച വേദിയിൽ അതേ വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുക എന്ന് പറയുന്നത് തന്നെ ശരിയല്ല. എങ്കിലും നമ്മുടെ കേരളത്തിലെ ഈ സമകാലിക സംഭവങ്ങളുടെ പശ്ചാത്തലത്തില് നമ്മൾ ഒരു സ്പെഷ്യൽ ഡ്രൈവ് ആയിട്ടാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ 5-ാം തീയതി തൊട്ട് 19-ാം തീയതി വരെ ഒരു സ്പെഷ്യൽ ഡ്രൈവായിട്ട് ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് എന്ന പദ്ധതി പ്രഖ്യാപിക്കുകയും ആയതിൽ കടുത്തുരുത്തി എക്സൈസ് റേഞ്ചിൽ നമ്മൾ 29 പ്രതികളെ പിടിച്ച് 27 കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് വരുന്ന ഒരു കാര്യം വളരെ ചുരുക്കി പറഞ്ഞാല് നമ്മൾ 3-4 കേസുകളുള്ളവര് ആണ് അധികം. പിന്നെ 15 വയസ്സിൽ 16 വയസ്സിലും 17 വയസ്സിലും ഒക്കെ ഉള്ള കുട്ടികളും ഉണ്ട്. 25 വയസ്സിന് മുകളിലോട്ടുള്ളവരില്ല എന്ന് തന്നെ പറയാം. ഇതിന്റെ പ്രധാനമായിട്ടും ആളുകൾ ഉന്നയിക്കുന്ന ഒരു സംശയം, നിങ്ങൾ പിടിച്ച ആള് ഇന്നലെ പിടിച്ചത് പോലെ ഇന്നിപ്പോ അവന്റെ വീട്ടിൽ ഇപ്പോണ്ടല്ലോ, അല്ലെങ്കിൽ ഇവിടെ കൂടി നടന്നു പോകുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. ഇത് നമ്മള് ഒരു 100 ml ചാരായാണ് പിടിക്കുന്നതെങ്കിൽ അഫ്ഗാനിയാക്കി വെച്ച് അവനൊരു 60 ദിവസം കഴിഞ്ഞ് പ്രതിക്ക് ജാമ്യം കിട്ടുന്നു. പക്ഷേ മയക്കുമരുന്ന് നിയമത്തില് കഞ്ചാവ് ഉൾപ്പെടെ ഉള്ളത് അതിന് ഓരോന്നിനും ഓരോ ക്വാണ്ടിറ്റി സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. മേജർ കേസുണ്ട്, കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ഉണ്ട്, മൈനർ കേസുണ്ട്.
സ്മോൾ ക്വാണ്ടിറ്റി കേസുകളൊക്കെയാണ് കൂടുതലും പിടിക്കപ്പെടുന്നത്. അപ്പോ രണ്ട് ആധാർ കാർഡുമായിട്ട് അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡുമായിട്ട് രണ്ടുപേരും വന്നാൽ ജാമ്യം കൊടുക്കേണ്ട അവസ്ഥയാണ്, സ്റ്റേഷൻ ജാമ്യം. അപ്പോ ഞാൻ ശ്രീകണ്ഠ സാറിനോടൊക്കെയാണ് പറയുന്നത്, നമ്മള് ഈ നിയമത്തിൽ ഒരു പൊളിച്ചിട്ട് ഇത് തയ്യാറാക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമമാണ് നാർക്കോട്ടിക് NDPS ആക്ട് എന്ന് പറയുമ്പോൾ. അപ്പൊ അതിലൊരു മാറ്റം അതിന് എല്ലാവരും ഒന്ന് ശ്രമിക്കണം. കാരണം ഒരു വിൽപ്പനയ്ക്ക് കൊണ്ടുവരുന്നതിനും ഉപയോഗിക്കുന്നതിനും രണ്ടും ഒരേ കാഴ്ചപ്പാടിൽ കാണാതെ വിൽപ്പനയ്ക്ക് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ട് സൂക്ഷിക്കുന്ന ആളെ നമ്മൾ അറസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു ജാമ്യം ഇല്ലാത്ത രീതിയിലേക്ക് കൊണ്ടുവന്നാലേ ഇത് നമുക്ക് പൂർണ്ണമായിട്ടും പിടിച്ചു നിർത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോ ഇങ്ങനെ 24 ന്യൂസ് ഇങ്ങനെ ഒരു സംരംഭത്തിന് തുടക്കമിട്ടതിന് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഏതൊരു പ്രവർത്തനത്തിനും ഏതൊരു വിഷയവും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. എല്ലാവിധ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ സംസ്കരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, മാതാപിതാക്കളെ, എനിക്ക് ശ്രീകണ്ഠൻ നായർ സാർ ഇവിടെ പറഞ്ഞ ഏറ്റവും ഉത്തേജനം നൽകുന്ന തരത്തിലുള്ള ഈ ഒരു നിർദ്ദേശങ്ങൾ എന്റെ പ്രിയപ്പെട്ട മക്കൾ എല്ലാവരും അത് സ്വീകരിക്കും. ഒരു ലഹരിയിലൂടെ ലഭിക്കുന്ന ഉത്തേജനത്തെക്കാൾ ഉയർന്ന ഉത്തേജനം ലഭിക്കത്തക്ക വിധത്തിലുള്ള ഒരു സംഭാഷണമാണ്, ഒരു സംസാരമാണ് സാർ നമ്മളോട് നൽകിയത്. എനിക്കെന്റെ പ്രിയപ്പെട്ട മക്കളോടും മാതാപിതാക്കളോടും പറയാനുള്ള ഒരു കാര്യം, നമ്മൾ കൊറോണ കാലത്ത് നമ്മൾ ഒറ്റപ്പെട്ടുവെങ്കിൽ ഇനി നമ്മൾ ഒരുമിച്ച് നിൽക്കുക. വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം അത്താഴ സമയത്തെങ്കിലും മാതാപിതാക്കളും കുട്ടികളും ഒരുമിച്ച് അല്പസമയം ചെലവഴിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തുക. സ്കൂളിലെയും മാതാപിതാക്കൾ പോയ തൊഴിലിടങ്ങളിലെയും വിവരങ്ങൾ പങ്കുവെക്കുക. അങ്ങനെ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള അപകടക്കെടിയിൽ വീഴാൻ സാധ്യതയുണ്ടെങ്കിൽ അവരെ നമുക്ക് മാറ്റിയെടുക്കാം. ഇതുവരെ ലഭിക്കാത്ത തോൽവികളാണ്. 15 വയസ്സ് വരെ കുട്ടികൾക്ക് ഒരിടത്തും തോൽവി ലഭിക്കുന്നില്ല, പരാജയങ്ങൾ ഉണ്ടാകുന്നില്ല. എന്നാൽ 15 വയസ്സിന് ശേഷം, അതായത് +1 +2 ക്ലാസ്സിലേക്ക് എത്തുമ്പോഴാണ് തോൽവികൾ ഉണ്ടാകുക. അതുവരെയും ഈ കുട്ടികൾക്ക് തോൽവികളെ നേരിടാനുള്ള ഒരു കഴിവും ലഭിക്കുന്നില്ല. ഇതൊക്കെയാണ് ഇവരെ ഈ ലഹരിയുടെ ഇടയിലേക്ക് കൊണ്ടുപോകുന്നത് എന്നാണ് എനിക്ക് തോന്നുക. പലപ്പോഴും കുട്ടികൾ പരാജയങ്ങൾ വരുമ്പോഴാണ് അതിൽ നിന്നും മാറാനാണ് എന്ന വ്യാജേന പല ലഹരി മരുന്നുകളും ഉപയോഗിക്കുക. അപ്പോ ആ അവസ്ഥകളൊക്കെ ഉണ്ടാകാതെ നമ്മളുടെ എക്സൈസ് ഓഫീസേഴ്സ് പറഞ്ഞതുപോലെ നിയമങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും. നമുക്ക് കുറ്റക്കാരനെ ശിക്ഷപ്പെടുന്നവരെ ഏറ്റവും അവസാനത്തെ കണ്ണിയായിട്ടുള്ളവരെയാണ് നമ്മൾ പലപ്പോഴും ശിക്ഷിക്കപ്പെടുക. ഇതിന്റെ പിന്നിൽ ഇതിന്റെ ഉത്ഭവമായിട്ടുള്ളവർ പലപ്പോഴും രക്ഷപ്പെടുകയാണ് ചെയ്യുക. അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകണം. അതിനുവേണ്ട പ്രവർത്തനങ്ങൾ കൂടി നമ്മുടെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ നമ്മുടെ സ്കൂളിലേക്ക് 24 ചാനലിന്റെ ഈ ഒരു പരിപാടിയുമായി എത്തിച്ചേർന്ന SKN സാറിനും ടീമിനും ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മളുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിവിധ ജനപ്രതിനിധികളുണ്ട്, നമ്മുടെ സ്കൂൾ മാനേജറുണ്ട്, നമ്മുടെ ചന്ദ്രകുഞ്ഞൻ അച്ഛനുണ്ട്, അതുപോലെ തന്നെ DO ഓഫീസിൽ നിന്നും ഓഫീസേഴ്സ് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ DO മാഡം താഴെ SKN സാറിനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. മാഡത്തിനെ തീർച്ചയായും കണ്ടിട്ടേ പോകാവൂ എന്ന് സാറിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. മാഡം പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്. മാഡത്തിന് ബോർഡിലേക്ക് കയറി വരാൻ സാധിക്കില്ല, വീൽ ചെയറിലാണ് സഞ്ചാരം. അതുകൊണ്ട് മാഡം ഉണ്ട്. അപ്പൊ ഇവരെ എല്ലാവരും, അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്ന പോലീസ് ഓഫീസേഴ്സ്, മാതാപിതാക്കൾ, എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ശേഷം ഇവരെ കാത്തിരുന്ന് SKN സാറിന്റെ ഈ സന്ദേശം സ്വീകരിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ട മക്കൾ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു മാം. അപ്പൊ ഒരാളുടെ പേര് നമ്മൾ പറഞ്ഞുകൊണ്ട് ഇട്ടുപോയിരുന്നു. നമ്മുടെ PTA പ്രസിഡന്റ് എബി സാറാണ്. മാതാപിതാക്കളുടെ പ്രതിനിധികളും ഇതിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ സാറ് നിങ്ങൾക്കുള്ള ഒരു വലിയ റോളാണ്. ഇവരൊക്കെ ഏതെങ്കിലും ഒരു വഴിതെറ്റി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളോട് പറയാനും തിരിച്ചു കൊണ്ടുവരാനും. അപ്പൊ നമ്മുടെ പേരൻസിനും PTA പ്രസിഡന്റിനോട് കൈ കൊടുക്കാമോ? താങ്ക് യു സോ മച്ച്.
സമയം പരിപാടിയുടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നല്ല മികപ്പെടുത്തുവാനും വെളിപ്പെടുത്തുവാനും നിങ്ങൾക്കായിട്ട് കഴിയുന്നുണ്ടോ? അപ്പോൾ എനിക്ക് കുട്ടികൾക്കെല്ലാം പ്രതിജ്ഞയെടുത്ത ഈ കുഞ്ഞുങ്ങൾക്കും അവരോടൊപ്പം വരുന്ന അധ്യാപകർക്കും നമ്മുടെ അച്ഛന്മാർക്കും മാതാപിതാക്കളുടെ പ്രതിനിധികൾക്കും എല്ലാവർക്കും ഒരു ബിഗ് സൈഡിൽ എല്ലാവർക്കും പരീക്ഷിച്ച ഓർഡർ നല്ല വൃത്തിയായിട്ട് പരീക്ഷ എഴുതുക. താങ്ക് യു.